IPL ഫൈനൽ 2026 ഓൺഫീൽഡ് അമ്പയറായി നിന്നത് രണ്ട് പേരാണ്, നിതിൻ മേനോൻ, KN അനന്തപത്മനാഭൻ. എന്നോടൊപ്പം KN അനന്തപത്മനാഭൻ. നമസ്കാരം സർ. നമസ്കാരം. IPL ഫൈനലാണ് ഇപ്പം നമുക്ക് ഏറ്റവും സ്പോട്ട് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവം. പക്ഷേ ഈ IPL ഫൈനലിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഈ സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ഇമ്പാക്ട് റൂള് ഞാനാണ് വരുന്നതെങ്കിൽ ഒഴിവാക്കി വിടും എന്നുള്ളതാണ്. ഇമ്പാക്ട് റൂള് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ആസ് എൻ ഓൺഫീൽഡ് അമ്പയർ, ഇമ്പാക്ട് റൂള് നിങ്ങൾക്ക് ചിലപ്പോൾ തലവേദന ആവാറുണ്ടോ? ഏത് പ്ലെയർ ആണ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഈ ഇമ്പാക്ട് റൂളിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം? അല്ല, നമ്മൾ ഈ റൂളും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ അമ്പയർമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേയിങ് കണ്ടീഷൻസ് തരാണ്, അത് നമ്മൾ നമ്മൾ ആദ്യം അമ്പയറിങ് തുടങ്ങുന്ന ടൈം മുതലേ തന്നെ നമ്മുടെ ചുമതല എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി തന്നിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ചുമതലയുള്ളൂ. ഇപ്പോൾ അതിൽ 15 പേര് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസം, നമുക്ക് ഓരോരോ ബോൾ ഡിസിഷൻ കൊടുക്കുന്നതല്ലാണ്ട് നമുക്കിപ്പോൾ 10 പേര് വെച്ച് ഒരു മാച്ച് കളിക്കണമെന്ന് തീരുമാനം വന്നാലോ, അല്ലെങ്കിൽ 15 പേര് വെച്ച് കളിക്കണമെന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റമ്പിൻ്റെ അളവ്, ഇപ്പോൾ സ്റ്റമ്പിൻ്റെ 9 ഇഞ്ചിലാണ് നിൽക്കുന്ന, ഇത്ര 28 ഇഞ്ച് പൊക്കത്തിലും അങ്ങനെയൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് തന്നിരിക്കുന്നത്. ഇപ്പോൾ അത് കൂട്ടണമെന്നുള്ള തീരുമാനം വന്നു. കാരണം കുറേ ഇപ്പം ഔട്ടാവുന്നില്ല, അതുകൊണ്ട് നമുക്ക് നാളെ തൊട്ട് സ്റ്റമ്പിൻ്റെ വീതി കൂട്ടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസം, നമുക്കെല്ലാം സെയിം തന്നെ. നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പൊരുത്തപ്പെട്ട് പോയേ പറ്റൂ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പോൾ ഇമ്പാക്ട് പ്ലെയർ ഉണ്ടോ, അത് വേണോ വേണ്ടയോ, അത് തീരുമാനിക്കേണ്ട ക്രിക്കറ്റ് കമ്മിറ്റി, അത് ക്രിക്കറ്റേഴ്സ് തീരുമാനിക്കും. ഇതിപ്പോൾ കളിപ്പോൾ സച്ചിനാണെങ്കിലും അതേപോലുള്ള ക്രിക്കറ്റേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞിട്ടാണ് അവരുണ്ടാക്കുന്നത്, ഈ റൂളുകളെല്ലാം ഉണ്ടാക്കുന്നത്. സോ ചർച്ച ചെയ്തിട്ട് നമ്മുടെ ചുമതല എന്ന് പറയുന്നത് ഈ വരുന്ന ഈ പ്ലേയിങ് കണ്ടീഷൻസും റൂൾസും എന്തോന്നാണോ അത് നമുക്ക് ടൂർണമെൻറ്റ് മുമ്പിൽ നമ്മുടെ കയ്യിൽ തരും. അത് അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല നമുക്ക്. ഓക്കെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ T20 ക്യാപ്റ്റൻസി സ്ഥാനം സൂര്യകുമാർ യാദവിൽ നിന്ന് മാറി ശ്രേയസ് അയ്യറിലേക്ക് പോവുകയാണ്. ആ ചേഞ്ചസ് എങ്ങനെയാണ് നോക്കുക? കാരണം 2023 ലാസ്റ്റ് ശ്രേയസ് T20 ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം ടീമിലേക്ക് വരുന്നത് ക്യാപ്റ്റൻസിയോടുകൂടിയാണ്. ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിൽ ഓക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ചെയ്യുമ്പോഴേക്കും ഒരു ടീമിലേക്ക് ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുന്നത് വേറെയാണല്ലോ. 3 വർഷങ്ങൾക്ക് ശേഷം ടീമിലേക്ക് വരുന്നത് ക്യാപ്റ്റൻസിയോടെ വരുമ്പോഴേക്കും അത് ആ പ്ലെയറിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും എന്നുള്ളത്. 2, സൂര്യകുമാർ യാദവിനോട് ചെയ്യുന്നത് ശരിയായ നടപടിയാണെന്ന് തോന്നുന്നു. അല്ല, ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ഇന്ത്യൻ ടീമിൻ്റെ ഒരു നിലവാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓപ്പണിങ് ഞാനിപ്പോൾ പറയുന്ന സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ. കഴിഞ്ഞ ലോകകപ്പ് നമ്മളിപ്പോൾ ജയിച്ച ലോകകപ്പിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന താരം സഞ്ജു സാംസണാണ്. പക്ഷേ ആദ്യത്തെ 2 മാച്ചിൽ പുള്ളിക്കാരന് അവസരം കിട്ടിയിട്ടില്ല. 2024 ലോകകപ്പിൽ സഞ്ജു ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല. ഇത് എല്ലാ പ്ലെയറും ഇപ്പോൾ റിങ്കു സിംഗ് കഴിഞ്ഞ ഇതിലാവട്ടെ ഇതിൻ്റെ ലോകകപ്പിലാവട്ടെ റിങ്കു സിംഗ് വെളിയിൽ പോകേണ്ടി വന്നു. കാരണം അച്ഛൻ്റെ സുഖമില്ലാത്ത കാരണം അങ്ങനത്തെ പല പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് പോകേണ്ടി വന്നു. കുൽദീപ് യാദവ് ഒരു മാച്ച് കളിച്ചില്ല. ഇത് പലപ്പോഴും പല തവണയായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അത് ഇനിയും സംഭവിക്കും. ഇപ്പം സൂര്യകുമാർ യാദവിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലോകകപ്പിൽ ക്യാപ്റ്റനാണ്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു USA ആയിട്ടുള്ള ഒരു മാച്ച് ഒഴികെ പുള്ളിക്കാരൻ്റെ ഒരു ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്കും ഉള്ള ഒരു ഫോം കിട്ടിയിരുന്നില്ല. പുള്ളിക്കാരൻ ഈ T20 എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ്, അടിച്ചേ പറ്റൂ. കാരണം ഇപ്പോൾ സഞ്ജുയുടെ ഫെയിലിയർ നമ്മളെല്ലാവരും പലപ്പോഴും പറയും, നമ്മൾ സഞ്ജുയുടെ കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. നമ്മുടെ മലയാളികൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ 200 സ്ട്രൈക്ക് റേറ്റിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം എല്ലാ ബോളിലും റൺ അടിച്ചേ പറ്റൂ, അപ്പം സ്ട്രോക്ക് കളിച്ചേ പറ്റുള്ളൂ. അതിൽ ഔട്ടാവുമ്പം എല്ലാവരും കൺസിസ്റ്റൻസി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു റണ്ണുണ്ട്, പിന്നെ ഒരു ഫോമിൻ്റെയും ഒരു ഗോൾഡൻ പീരീഡ് ഉണ്ടാവും. അത് എല്ലാ പ്ലെയറിനും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു ഡൗണ് എല്ലാ പ്ലെയറിനും ഉണ്ടാവും. അപ്പും ഡൗണും ഈ റിസ്ക് എടുത്ത് കളിക്കുന്ന സമയത്ത് ബോളർമാർ വെറുതെ ഒന്ന് എറിഞ്ഞിട്ട് പോകാനല്ലല്ലോ വരുന്നത്, അവർക്കും ഒരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതിൽ പ്ലാനിൽ ചെറുതായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ തീർന്നു. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസായിട്ടുള്ള ആ വെർച്വൽ ക്വാർട്ടർ ഫൈനൽ മാച്ചായിരുന്നു ലോകകപ്പിൽ. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ആദ്യത്തെ ഒരു ഷോട്ട് മിഡ് വിക്കറ്റിൻ്റെ തൊട്ട് ഒരു 2 യാർഡ് മുമ്പിൽ വീഴുകയുണ്ടായി. അത് കുറച്ചും കൂടെ ബാറ്റിൽ കറക്റ്റായിട്ട് കൊണ്ടെങ്കിൽ ക്യാച്ചാണ്. അടുത്ത മാച്ച് ഇംഗ്ലണ്ടായിട്ട് കളിക്കുന്ന സമയത്ത് മിഡോണിൽ വളരെ ഈസി ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ളൊരു ക്യാച്ചാണ് കയ്യിൽ നിന്ന് വിട്ടുപോയത്, ബ്രൂക്സിൻ്റെ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞിട്ടാണ് 100. അപ്പോൾ ഇതിൻ്റെ ക്യാച്ച് പിടിച്ചു കഴിഞ്ഞാലോ ഈ രണ്ട് മാച്ചിൽ, ഈ വെസ്റ്റ് ഇൻഡീസായിട്ടുള്ള മാച്ചിൽ 10ൻ്റെയും 15ൻ്റെ ഇടയ്ക്ക് ക്യാച്ച് പിടിച്ച് ഔട്ടായിട്ട് അടുത്ത മാച്ച് ഇംഗ്ലണ്ടായിട്ടുള്ള മാച്ചിൽ 10ൻ്റെ ഇടയ്ക്ക് ഔട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അവസരവും ഒരു സ്റ്റാർ സ്റ്റാറ്റസ് ഇതിൻ്റെ തലനാരിൻ്റെ വ്യത്യാസം, ലക്ക് ഒരു മേജർ ഫാക്ടറാണ്. ഇതിലിപ്പോൾ എഡ്ജ് എടുത്ത് പോകുന്നത്, ബീറ്റനാവുന്നത്.
ഇപ്പോൾ നമ്മുടെ സമയം മോശമാണെന്നുണ്ടെങ്കിൽ അത് എഡ്ജെടുക്കും, നമ്മുടെ സമയം കൊള്ളാമെന്നുണ്ടെങ്കിൽ ബീറ്റിനോ. അത് വിരാട് കോഹ്ലി ആവട്ടെ സച്ചിൻ ടെണ്ടുൽക്കർ ആവട്ടെ ഏതൊരു ബാറ്റ്സ്മാനും ഇത് സംഭവിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പും ഡൗൺ ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് തന്നെയാണ് ശ്രേയസ് അയ്യറിന് സംഭവിച്ചത്. നമ്മൾ കഴിഞ്ഞ IPL ഫൈനലിൽ എത്തിച്ച ഒരു ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. അതിന് മുമ്പിലത്തെ കൊല്ലം KKRനെ ജയിപ്പിച്ച ഒരു ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. നമ്മൾ IPL സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലവും നല്ല സ്കോറാണ്, ഈ കൊല്ലവും നല്ല സ്കോറാണ്, അതിൻ്റെ മുമ്പിലത്തെ കൊല്ലവും. പക്ഷേ ആ സമയത്ത് സ്ഥാനമില്ലായിരുന്നു. നമ്മുടെ സൂര്യകുമാർ നമ്മുടെ ബാറ്റിംഗ് നിലവാരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഓപ്പണിംഗ് ബാറ്റ്സ്മാർ 3 പേരുണ്ട്, പിന്നെ തിലക് വർമ്മയുണ്ട്, അത് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ഉണ്ട്, പിന്നെ ഹാർദിക് പാണ്ഡ്യ. അങ്ങനെ നമ്മുടെ ബാറ്റിംഗ് നിലവാരം അങ്ങനെയും സ്ട്രോങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അവിടെ ശ്രേയസ് അയ്യറിന് ഒരു ചാൻസ് കിട്ടിയിരുന്നില്ല. 2023 വൺ ഡേ വേൾഡ് കപ്പിൽ കളിക്കുമ്പോഴും ശ്രേയസ് അയ്യർ നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ട്. 50 ഓവർ വേൾഡ് കപ്പിൽ നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ചാൻസ് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പം ആ മിഡിൽ ഓർഡറിൽ ഒരു സ്ലോട്ട് കിട്ടി. ഇപ്പം നമ്മുടെ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈഭവ് സൂര്യവംശി വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വൈഭവ് സൂര്യവംശി തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ അയാൾ ടീമിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ ആരെ മാറ്റും? ഒന്നിൽ അഭിഷേക് ശർമ്മ നമ്പർ 1 റാങ്ക്ഡ് T20 പ്ലെയറാണ്, ഇഷാൻ കിഷൻ തിളങ്ങി നിൽക്കുന്നുണ്ട്, സഞ്ജു സാംസൺ. ഇതിലാരെങ്കിലും ഒരാൾ കൈവച്ചാലേ വൈഭവ് സൂര്യവംശി കളിക്കുകയുള്ളൂ. ഇത് പോട്ടെ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ, അതേപോലെ ശുഭ്മൻ ഗില്ല്, സായ് സുദർശൻ, KL രാഹുൽ, ഇവരൊന്നും മോശമുള്ള പ്ലെയേഴ്സ് അല്ല. ഇവരൊക്കെ 150 റൺസ് സ്ട്രൈക്ക് റേറ്റിൽ. ഇപ്പോൾ വിരാട് കോഹ്ലി തന്നെ ഓപ്പണിങ്ങിൽ ഇറങ്ങുകയാണ്. ഓപ്പണിംഗ് ഇറങ്ങി ഇപ്പോൾ അവസാനത്തെ മാച്ചിൽ 20 ബോൾ 18 ബോളിൽ 50 അടിച്ചാണ് ഫൈനലിൽ. ഫാസ്റ്റസ്റ്റ് IPL 50 ഇത്രയും കൊല്ലം കളിച്ചു കഴിഞ്ഞിട്ടാണ് ഫാസ്റ്റസ്റ്റ് IPL 50 ഇതിന് കിട്ടുന്നത്. വിരാട് കോഹ്ലിയുടെ ഫോം മോശമാണോ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്ലെയേഴ്സ് ഉള്ള സമയത്ത് 11 പേര് 11 പ്ലസ് ഒരു 3 പേര് 4 പേര് എടുക്കാൻ പറ്റുള്ളൂ. സോ അതിൽ എന്തൊക്കെ നമ്മൾ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും ആരെങ്കിലും ഒരാളെ വിട്ടേ പറ്റൂ. സോ അത് സംഭവിക്കും. അല്ല, അവിടെയാണല്ലോ സാർ ചോദ്യം വരുന്നത്. ഇപ്പം ശ്രേയസ് അയ്യർ ടീമിൽ ഇല്ലാതിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ശ്രേയസ് അയ്യർ വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരാൾ പോകണം, ഒരാൾ പുറത്ത് പോകണമല്ലോ, ഒരു ബാറ്റർ ആയിരിക്കും പോകണം. അവിടെ ഒരാളുടെ പ്ലേസ് പോവാണ്, ആര് മാറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. വൈഭവ് ഉറപ്പായിട്ടും ഇപ്പം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതാണ് സെലക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റിയിൽ നിന്നും മനസ്സിലാവുന്നത്. ഇപ്പം 2 പ്ലേയേഴ്സാണ് പോകുന്നത്. അത് 2 മാറ്റുന്നതും ഏത് ചോദ്യമാണ് നിൽക്കല്ലേ. വൈഭവിനെ ആണെങ്കിൽ ഓപ്പണിംഗ് പൊസിഷനിൽ ഒന്നിൽ സാറ് പറഞ്ഞ പോലെ ഒന്നിൽ അഭിഷേകിനെ മാറ്റണം, അല്ലെങ്കിൽ സഞ്ജുവിനെ മാറ്റണം. ഇത് ആരെ മാറ്റിയാലും ഒരു ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ടാക്കിൾ ചെയ്യുന്നൊരു ചോദ്യം. അത് ഇപ്പം കോച്ചിൻ്റെ തലവേദനയാണ്. കാരണം ഇപ്പം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഇപ്പം നമ്മളൊരു ക്യാപ്റ്റനായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോച്ചായിട്ട് പോകുന്ന സമയത്തോ ഇത് എന്നാലും നമുക്ക് ഞാനിപ്പം കേരള ടീമിൽ ക്യാപ്റ്റനായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബാങ്ക് ടീമിൽ പോകുന്ന സമയത്ത് നമ്മളെ 4 പേര് എന്നായാലും ഓർക്കും. ആ 4 പേര് നമ്മൾ കളിപ്പിക്കാത്ത 4 പേരാണ്. എന്നാൽ അവർക്ക് വിഷമം എന്തായാലും, ഞാൻ അവരെ കളിപ്പിച്ചില്ല എന്നുള്ള ഒരു വിഷമം എന്നായാലും അവർക്ക് കാണാം. അത് വളരെ ന്യായമായിട്ടുള്ള വിഷമം തന്നെയാണ്. എൻ്റെ സൈഡിൽ നിന്നുള്ളത് എനിക്ക് 11 പേരെ എടുക്കാൻ പറ്റുള്ളൂ. ഈ എടുക്കുന്ന ഞാനല്ലാണ്ട് 10 പേര് എടുക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന അവർക്ക് ഡിസേർവിങ് ആണ്. അവർ ഡിസേർവിങ് ആയതുകൊണ്ടാണ് ഞാൻ അവരെടുക്കുന്നത്. അവർക്ക് ഇപ്പോൾ എന്നോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ എടുക്കാത്ത 4 പേർക്ക് എന്തായാലും തോന്നും എനിക്ക് അവരായിട്ട് എന്തോ ഒരു പകയുണ്ട്, ഒരു ദേഷ്യമുണ്ട്, നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എടുത്ത ഒരാൾ എൻ്റെ വളരെ നല്ല കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ചെന്നൈയിൽ കളിക്കുന്ന, അങ്ങനത്തെ ഒരു തോന്നൽ പലപ്പോഴും വരാം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പം ഗൗതം ഗംഭീർ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ആവട്ടെ, ഇപ്പോൾ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ സഞ്ജു ഒരു മാച്ചും കളിച്ചില്ലല്ലോ. വേണമെങ്കിൽ കളിപ്പിക്കായിരുന്നു, എവിടെയെങ്കിലും ഒന്ന് കളിപ്പിക്കായിരുന്നു. ഇപ്പോൾ റിങ്കു സിംഗിൻ്റെ കേസാവട്ടെ, റിങ്കു സിംഗും കഴിഞ്ഞ ഇതിലും കളിപ്പിക്കാൻ പറ്റുന്നില്ല. അയാൾ കളിക്കുന്ന മാച്ചിലൊക്കെ ഒരുവിധം ഡീസൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പല ആൾക്കാരും പറയും ഇപ്പം രോഹിത് ശർമ്മ ബോംബെ നിന്നായതുകൊണ്ട് ഇപ്പോൾ ശിവൻ ദൂബെ ബോംബെ നിന്നാണ്, ശിവൻ ദൂബെനെ കളിപ്പിച്ചു പറയാൻ എളുപ്പമാണ്. ശിവൻ ദൂബെ പെർഫോം ചെയ്തിട്ടുണ്ട്, ബോളിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് തെറ്റു പറയാനൊന്നുമില്ല. അപ്പം ഇതിൽ നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു സമയം നന്നായിരിക്കണം, നമുക്കൊരു അവസരം കിട്ടണം. അതെല്ലാം കൂടെ തെളിഞ്ഞ് വരും. മീൻസ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വരും. അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ചും ഇതിന് ഒരു ഫോർമുലയോ വേറെ ഒന്നുമില്ല. അത് ആ വെളിയിലായേ പറ്റൂ. നമ്മൾ അതിൽ മോട്ടിവേറ്റ് ചെയ്ത് വെളിയിൽ അതിൻ്റെ നിന്ന് എവിടെയെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അത് പെർഫോം ചെയ്ത് വന്നേ പറ്റൂ. ഇപ്പോൾ ഈ T20 ക്യാപ്റ്റൻസിയിൽ 3 പേരാണ് ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ട് നിന്നത്. ശ്രേയസ് അയ്യറിനൊപ്പം തന്നെ തിലക് വർമ്മയുടെ പേരും ഉണ്ടായിരുന്നു, സഞ്ജുവിൻ്റെ പേരും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ മലയാളികൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റും കിട്ടി നിൽക്കുന്നു. CSKക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ആദ്യത്തെ 3 മത്സരമൊക്കെ ഒഴിച്ചു നിർത്തിയ 2 സെഞ്ചുറി ഉണ്ടായിരുന്നല്ലോ.
അപ്പൊ സഞ്ജുവിന് ഒരു ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു മലയാളി വികാരവും ഇതിനിടയിൽ കൂടെ ഉണ്ടായിരുന്നു. ഡിസേർവിംഗ് അല്ലേ നോക്കിക്കഴിഞ്ഞാൽ? എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സഞ്ജുയുടെ ഒരു ഞാനൊരു ചെറിയൊരു എക്സ്പെക്ടേഷൻസ് എനിക്കുണ്ടായിരുന്നു. പ്രോബബ്ലി എഗെയിൻസ്റ്റ് പോകാനുള്ള എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഇതിലും ഞാനിപ്പോൾ പറയാം, ഇപ്പം പല ആൾക്കാർക്കും ഒരു ഡിസ്കഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഗർക്കറാണ് ചെയർമാൻ ഓഫ് സെലക്ഷൻ കമ്മിറ്റി. അപ്പോൾ അഗർക്കർ ബോംബെ നിന്നാണ്. അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വരാൻ വളരെ നിസ്സാരമായിട്ടുള്ള ഒരിതാണ്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു ഈ കൊല്ലം ചെന്നൈ സൂപ്പർ കിങ്സിനെ ലീഡ് ചെയ്തില്ല. നമ്മൾ ഫാക്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോബബ്ലി ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം രാജസ്ഥാനൊക്കെ ഒരു 5-6 കൊല്ലം ചെയ്തു. അതുകൊണ്ടാണ് കണ്ടൻഷനിലും റെക്കനിങ്ങിലും വരുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം കഴിഞ്ഞ ഒരു 2-3 പരമ്പരയായിട്ട് സഞ്ജു കളിക്കുന്ന പരമ്പരയിൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സൂര്യകുമാർ യാദവ് സഞ്ജുവിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ സ്ട്രാറ്റജിയൊക്കെ. അപ്പം നമ്മുടെ സൂര്യകുമാർ യാദവ് സഞ്ജുവിനോട് ഇപ്പം ഗെയ്ക്കോഡാണെങ്കിലും ഋതുരാജ് ഗെയ്ക്കോഡാണെങ്കിലും ഇപ്പോൾ IPL കളിക്കുന്ന സമയത്ത് ഇപ്പം ബോളിങ്ങിൻ്റെ ആണെങ്കിലോ ആരെ കൊണ്ടുവരണം ഒരു സ്ട്രാറ്റജിക്ക് സഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം അത് ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ പുള്ളിക്കാരന് അത് ചിന്തിക്കാനുള്ള ഒരു ക്യാപ്റ്റനായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ്. സോ അത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചുമതലയും ആൻഡ് ഒരു ഏറ്റവും ഹയസ്റ്റ് ഓണറാണ്. ഒരു ക്രിക്കറ്റ് ഒരു കളിക്കാരന് ഇന്ത്യ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് എനിക്കത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അത് സഞ്ജു ഇനിയും 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഇനി ടൈം ഉണ്ട്. എൻ്റെ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു സഞ്ജുവിടെ ഇപ്പോൾ ബാറ്റ് ചെയ്യുന്ന വെച്ചിട്ട് 4 ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഫോക്കസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ T20 4 കൊല്ലം 5 കൊല്ലം എങ്കിലും 35 വയസ്സ് വരെയെങ്കിലും കളിക്കാം. എനിക്ക് തോന്നുന്നു സഞ്ജു ഇപ്പോഴും 30 ആയിട്ടില്ലെന്ന്, അല്ലെങ്കിൽ 31 ആയി. സോ ഇനി 4 കൊല്ലം അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കാം. അതിൻ്റെ ഇടയിൽ ക്യാപ്റ്റൻസി കിട്ടി. ഇപ്പോൾ അടുത്ത കൊല്ലം ചിലപ്പോൾ CSKയുടെ ക്യാപ്റ്റൻ ആവാം. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു പരമ്പര വരുമ്പോൾ ക്യാപ്റ്റൻസി വരാം. അപ്പോൾ എല്ലാവരും എല്ലാ ടൂർണമെൻറ്റും കളിക്കുന്നില്ല, എല്ലാ മാച്ചും കളിക്കുക, അത്രയ്ക്ക് മാച്ചുണ്ട്. സോ അതിൽ ഒരു മാച്ച് വന്നുകൂടാന്നില്ല, ക്യാപ്റ്റൻസി കിട്ടിക്കൂടാന്നുള്ളതില്ല. ഈ IPL ഫൈനൽ സമയത്ത് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയി നിൽക്കുന്നത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഗില്ലിൻ്റെ ക്യാച്ച്, മറ്റൊന്ന് പലരും റെക്കഗ്നൈസ് ചെയ്യാത്തൊരു കാര്യം ടിം ഡേവിഡിൻ്റെ ഒരു ആക്ടിങ് കൂടിയാണ്. അദ്ദേഹത്തിന് ഡീമെറിറ്റ് പോയിന്റ് കിട്ടുന്നു. 2027 IPL ഒരു മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബാൻ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. നിതിൻ മേനോൻ്റെ നേർക്കാണ് ഒരു ഐസ് ബാഗ് എറിയുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്താണ് സാർ ആക്ച്വലി സംഭവിച്ചത്? ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിങ്ടൺ സുന്ദറിൻ്റെ ക്യാച്ച് ഫൈൻ ലെഗിൽ പിടിക്കുകയുണ്ടായി. അപ്പോൾ നോർമലി നമ്മൾ രണ്ടിലും ബോളിങ്ങിൻ്റെ അമ്പയർ ഞാൻ തന്നെയാണ്. അപ്പം ഞാനാണ് TV അമ്പയറിലേക്ക് വിടുന്നത്. അപ്പോൾ ആദ്യം TV അമ്പയർ കണ്ടു കഴിഞ്ഞിട്ട് ക്യാച്ച് പന്തികേട് ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്തൊന്ന് പറയും, ഇത് റെഫർ ചെയ്ത് മുകളിലോട്ട് വിടാൻ പറയും. അപ്പോൾ ആദ്യത്തെ ഇതിൽ വാഷിങ്ടൺ സുന്ദർ വിചാരിച്ചു ക്യാച്ച് പിടിച്ചു എന്നുള്ള രീതിയിൽ അയാൾ നടന്നു തുടങ്ങിയ സമയത്ത് തന്നെ TV അമ്പയർ വന്നു മുകളിലേക്ക് നീ റെഫർ ചെയ്ത് വിട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ റെഫർ ചെയ്തിട്ട് വാഷിങ്ടൺ സുന്ദറിനെ പിടിച്ചു നിർത്തി. അപ്പോൾ ഇത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ചിട്ടുള്ള സ്മാർട്ട് റീപ്ലേയിൽ ഇതാണ്. പണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ റീപ്ലേ അങ്ങനത്തെ TV സൈനെ കാണിച്ച് വിടുന്നതാണ് പണ്ടത്തെ രീതിയിൽ. ഇപ്പോഴത്തെ ഇതിൽ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടിം ഡേവിഡ് വിചാരിക്കുന്നുണ്ട് ബാറ്റ്സ്മാൻ തന്നെ അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ബാറ്റ്സ്മാൻ ഔട്ടാണെന്ന് വിചാരിച്ച് അയാളങ്ങ് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് റെഫർ ചെയ്ത് വിടാന്നുള്ളതല്ല, നമ്മൾ റെഫർ ചെയ്തേ പറ്റൂ, ക്യാച്ച് ശരിയാണെന്നുള്ളത് നോക്കിയേ പറ്റൂ. അയാൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ഔട്ടാണെന്ന് പറഞ്ഞാൽ അയാൾ പോയതുകൊണ്ട് നമുക്കങ്ങ് പറഞ്ഞു വിടാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത്രയും ക്യാമറയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ ടിം ഡേവിഡിൻ്റെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ച് പിടിച്ചു, നിങ്ങൾ എന്തിന് ചെക്ക് ചെയ്യുന്നു, ബാറ്റ്സ്മാൻ പോകുന്നുണ്ടെന്നുള്ളതില്ല. അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ റൂള് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് പോരായ്മയ്ക്ക് ഇതിൻ്റെ ക്യാച്ചും കൂടെ താഴെ വന്ന് നോട്ടൗട്ടും കൂടെ വന്നപ്പം പുള്ളിക്കാരൻ ആ ഫ്രസ്ട്രേഷനിലെടുത്ത് അയാൾ താഴോട്ടാണ് എറിഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ എടുത്ത് ബൗൺസ് ചെയ്ത് നേരെ നിതിൻ മേൻ്റെ കാലിലോട്ടങ്ങ് പോയി. സോ നമുക്ക് കാലിൽ കൊണ്ടാലോ കൊണ്ടില്ലോ ഒന്നുമില്ല. ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ആക്ടിന് അവിടെ നമുക്ക് പറ്റത്തില്ല. കോഡ് ഓഫ് കോണ്ടക്റ്റ് അനുസരിച്ചിട്ട് IPLൻ്റെ ഇതിൽ പ്ലെയർ ബിഹേവിയർ ഇത്രയും ആൾക്കാർ കാണുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ആക്റ്റും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ്. സോ അത് കോഡ് ഓഫ് കോണ്ടക്റ്റിൽ വന്നു. അത് ഇതിൻ്റെ മുമ്പിൽ 2 മാച്ചിന് അയാൾക്ക് നേരത്തെ തന്നെ ഇത് ഉണ്ടായിരുന്നു, COC ഉണ്ടായിരുന്നു. അതായപ്പോൾ ഓരോരോ ഇതിൽ വരുമ്പോൾ പോയിന്റ് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇത് 5 പോയിന്റ്. അപ്പോൾ അതിൽ വന്നപ്പോൾ 3ാമത്തെ പ്രാവശ്യം ആയപ്പോൾ 5 പോയിന്റ് ആയപ്പോൾ ഒരു മാച്ച് ബാനാണ്. 4 ആവുമ്പോൾ തന്നെ ഒരു മാച്ചിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞ് അപ്പോളജൈസ് ചെയ്തു. പറഞ്ഞാൽ ഞാൻ ആ ടൈമിലുള്ള ഫ്രസ്ട്രേഷനിൽ ഞാൻ നിങ്ങളുടെ ദേഹത്തോട്ട് എറിയാനല്ല ഉദ്ദേശിച്ചിരുന്നുള്ള നമുക്കറിയാം. അയാൾ അമ്പയറിൻ്റെ ദേഹത്തോട്ട് എറിയാനല്ല അയാൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് എന്താണ് ഇപ്പോൾ ബാറ്റ് എറിഞ്ഞാലോ ബാറ്റ് കൊണ്ട് സ്റ്റമ്പിനെ തട്ടിയാലോ എന്ത് വന്നാലും
അത് COC ആണ്. കോഡ് ഓഫ് കോണ്ടക്റ്റിൽ അത് ആ ബിഹേവിയർ അക്സെപ്റ്റബിൾ അല്ല. അതിൻ്റെ കുറേ ലിസ്റ്റ് എഴുതി തന്നിട്ട് എന്തൊക്കെ ചെയ്യാം. കാരണം പബ്ലിക്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ തലമുറ യങ് ആൾക്കാർക്ക് എങ്ങനെ കളിക്കണം, ഇപ്പം വാക്കുകൾ, അമ്പയറോടുള്ള പെരുമാറ്റം, ഇതെല്ലാം അതിൽ വരുന്നതാണ്. അപ്പം അടുത്ത തലമുറയ്ക്ക് ഇവർക്ക് അത് കാണിച്ചു കൊടുക്കേണ്ട ചുമതലയുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അറിയാണ്ടങ്ങ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പം അതിനുശേഷം സംസാരിച്ചിരുന്നു സാർ നിതിൻ മേനോനായിട്ട്, ലൈക്ക് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം? അത് കഴിഞ്ഞിട്ടില്ല, അന്ന് തന്നെ ഇരിക്കുകയല്ലേ നമ്മൾ തന്നെയാണ് ആ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ചാർജ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അമ്പയർമാർ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ചാർജ് ചെയ്യുന്ന വീഡിയോ എവിഡൻസ് ഉണ്ട്. മാച്ച് റെഫറിക്ക് അത് കറക്റ്റാണ്. മാച്ച് റെഫറി ജഡ്ജാണ്. അപ്പോൾ അയാളെ നോക്കി എല്ലാം വീഡിയോ ഉണ്ട്, അത് എറിഞ്ഞത് ശരിയായില്ല, അപ്പോൾ അത് ചാർജ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചാർജ് ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്ന ആ ചാർജിന് മുമ്പ് നിങ്ങൾ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടാവും? നമ്മളുണ്ടാവും. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനത് എന്ന് പറഞ്ഞാൽ ഈ ക്യാച്ച് വരുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് തിരിഞ്ഞ് അങ്ങോട്ട് എൻ്റെ എൻഡിലോട്ട് തുടങ്ങണമല്ലോ. അങ്ങോട്ട് പോകുന്ന സമയത്ത് നോട്ട് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ വന്നപ്പം ഞാൻ അടുത്ത ബോൾ എറിയാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞു. അപ്പോഴാണ് ഇത് എറിയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് TV-യിലല്ല, ഇപ്പം 27 ക്യാമറ അല്ലേ, എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൽ കിട്ടും. ഇയാൾ എന്ത് പ്രശ്നങ്ങൾ, പ്ലെയേഴ്സ് ആണെങ്കിലും അമ്പയർമാരാണെങ്കിലും നമുക്ക് അവിടെ എസ്കേപ്പ് റൂട്ടൊന്നുമില്ല ആർക്കായാലും. സോ അതിൽ ക്യാമറയിൽ കൃത്യമായിട്ട് ഈ സാധനം നിതിൻ മേനോൻ കണ്ടു. അപ്പോൾ ഉടനെ തന്നെ അയാൾ കോംസ് പ്രസ് ചെയ്ത് ഇത് വീഡിയോ എടുത്തു വെച്ചോ, നമുക്ക് ആവശ്യം വരും, ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കും. ഇമ്മീഡിയറ്റ് അത് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ അത് എടുത്തു വെക്കണ്ടേ. അല്ലെങ്കിൽ പിന്നീട് ഇത് മാച്ചൊക്കെ കഴിയുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകും. സോ ഇമ്മീഡിയറ്റ് നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് പറയാം. ആ ടൈം എല്ലാം നോട്ട് ചെയ്യണം. തേർഡ് അമ്പയർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന ഓവറിൽ ഇന്ന ബോളിൽ ഇന്ന ഈ വിക്കറ്റ് പോയ സമയത്ത് അയാൾ ഉടനെ എല്ലാം നോട്ട് ചെയ്യും. TV അമ്പയർ എന്ന് പറഞ്ഞാൽ ഇത് ചാർജ് ചെയ്യണം. നമ്മളൊരു നോട്ടീസ് ഓഫ് ചാർജ് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൃത്യസമയത്തോട് ഇന്ന ബോളിൽ ഇന്ന പ്ലെയർ ഔട്ടായപ്പം ഇന്ന ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് തന്നെ അതിൽ ഫാക്റ്റ് തന്നെ ആയിരിക്കണം. ഈ കോടതിയിൽ നമ്മൾ ഇത് കൊടുക്കുന്ന മാതിരി സെയിം സാധനമാണ്. നമ്മളൊരു കോടതിയിൽ ഒരു കേസ് കൊടുക്കണമെങ്കിൽ ഇന്ന ഫയൽ ഇന്ന റൂള് ഇത്ര ഈ ഇതിലാണ് നമ്മൾ ഒരാളെ ഒഫൻസ് നമ്മൾ ചാർജ് ചെയ്യണമെന്ന് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ പ്ലേയിങ് കണ്ടീഷൻസ് റൂൾസ് തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഏത് ക്ലോസിലാണ് ഇയാൾ എന്താണ് ചെയ്തത്, ഏത് ടൈമിലാണ് ചെയ്തത്, ഇന്ന ഓവറിലാണ്, ഇത് വേറെ ആരെങ്കിലും അയാളെ എന്താ പറഞ്ഞാൽ ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ട് അയാൾ അതിൻ്റെ റിയാക്ഷൻ ആയിരുന്നു എല്ലാം എഴുതണം അതിൽ നമ്മൾ. ഇപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യണം. പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ തിരിച്ച് എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് നിങ്ങളെ ചെയ്ത് കഴിഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഞാനാണ് പ്രൊവോക്കർ ചെയ്യുന്ന ആൾ. അപ്പോൾ അതിൻ്റെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചാർജ് വരും, പക്ഷെ നിങ്ങൾക്ക് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങി വെച്ച ആൾ ഞാനാണ്. അപ്പോൾ ഇതിൽ കോടതിയിൽ എങ്ങനെ ചെയ്യുമോ അതേപോലെ തന്നെയാണ് നമ്മുടെ പ്ലേയിങ് കണ്ടീഷൻസിലുള്ളത്. സോ അതിൽ ടിം ഡേവിഡിൻ്റെ ഇത് വന്നു, ഇതെല്ലാം നമ്മൾ വീഡിയോ കണ്ട് നമ്മൾ ചാർജ് ഇന്ന ഓവറിൽ ഇങ്ങനെ ഇതുണ്ടായി, ഐസ് ബാക്ക് എറിഞ്ഞു, അത് കാണുന്നത് മീൻസ് ഇത് ഒരു ഇതല്ല, സ്പിരിറ്റ് ഓഫ് ദ ഗെയിമിലുള്ളതല്ല, ഡിസ്റെസ്പെക്റ്റിൻ്റെ ഇതിൽ വരുന്നതാണ്. കാണികൾക്ക് ഇത് മീൻസ് അടുത്ത ആൾക്ക് ഇത് കണ്ട് പഠിക്കാനുള്ള ഒരു ഇതല്ല, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതേപോലെ ഇയാൾ ഇതിൻ്റെ മുമ്പിലും ഒഫൻസ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഒരു ചാർജ് ഫയൽ ചെയ്യുന്നത്. സോ അയാളത് ഉടനെ അയാൾ ചെയ്തില്ല എന്നൊന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അറിയാണ്ട് ആ ഹീറ്റ് ഓഫ് ദ മൂമെൻറ്റിൽ ചെയ്തു പോയതാണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അയാൾക്കും അറിയാം അടുത്ത ബാനാണെന്നുള്ളത്. അപ്പോൾ അയാളുടെ ഒറ്റ പ്രശ്നം അയാൾ പറഞ്ഞിരുന്നു പറഞ്ഞാൽ എൻ്റെ ഒരു കളി പോവുകയാണ്, നിങ്ങൾ പൈസ എടുക്കണമെങ്കിൽ എടുത്ത് 50% ചാർജ് ചെയ്യുന്ന അതിൻ്റെ എത്ര ഇതാണല്ലേ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അടുത്ത കൊല്ലം ഞാൻ ചിലപ്പോൾ വേറെ ഫ്രാഞ്ചൈസിയിലായിരിക്കും എന്നെ എടുക്കുന്നത്. അപ്പം ഈ ബാനായിട്ട് ഒരു ഫ്രാഞ്ചൈസിയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം അടുത്ത ചിലപ്പം ഫസ്റ്റ് മാച്ചിൽ ഒരു കോമ്പിനേഷൻ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല, അവസരം കിട്ടൂല. ഇവർക്ക് അറിയാതെ അതായിരുന്നു അയാളുടെ കൂടുതൽ പ്രശ്നം. അയാൾ ചെയ്തതിനെ കുറിച്ചിട്ടോ അതിന് മീൻസ് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല. അയാൾ തെറ്റ് സംഭവിച്ചു, ആദ്യം തന്നെ മാപ്പ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ. കാരണം അയാൾ ചാർജ് ചെയ്ത ബാനാണ്. കാരണം മൂന്നാമത്തെ ഒഫൻസാണ്, ഡിമെറിറ്റ് പോയിന്റ് 4 കൂടിയ ഒരു ബാനാണ്. അപ്പോൾ ചാർജ് ചെയ്യാണ്ടിരുന്നാൽ മാത്രമേ അയാൾ രക്ഷപ്പെടുകയുള്ളൂ. എസ്കേപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ നമുക്കത് നോക്കാനൊന്നുമില്ല. ഇപ്പോൾ അടുത്ത ഒരു ടീം ഇതേപോലെ ഒന്ന് പറയൂലേ നമ്മുടെ അടുത്ത്, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതേപോലെ അടുത്തത് വേറെ ആരെങ്കിലും മറ്റൊരു ടീമിൽ നിന്ന് ഇപ്പോൾ KKR ആവാം, അല്ലെങ്കിൽ ഇപ്പം RR നിന്നാവാം, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ഒരാളാവാം. അപ്പോൾ എന്ന് പറയാം അവർക്കൊന്ന് വിട്ടുകൊടുത്തില്ലേ, അപ്പോൾ നമുക്കൊന്ന് വിട്ടു തന്നാൽ അപ്പോൾ നമുക്കിത് അന്ത്യമില്ല, പിന്നെ ഇത് എല്ലാവർക്കും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അതിന് ഇതൊന്നുമില്ല. അതിൻ്റെ അയാൾക്ക് ബാന് വരൂല, അതൊന്നുമില്ല. ആ കോണ്ടാക്റ്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യും.
ഈ ഫൈനലിൽ ഗില്ലിന്റെ കേസ് വരുമ്പോൾ ആ ക്യാച്ചിന്റെ കാര്യത്തെ കുറിച്ചുള്ള വിവാദങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം, വിരാട് പോകുന്ന സമയത്ത് വിരാട് 2 അമ്പയേഴ്സിനോടും കൺഫ്യൂഷൻ പോലെ ചോദിക്കുന്നുണ്ട്, അത് തേർഡ് അമ്പയറിലേക്ക് പൊക്കൂടെയെന്ന്. പക്ഷെ അവിടെ ക്യാമറയിൽ നിന്ന് കൃത്യമായി നോട്ട് ചെയ്തൊരു സാധനം, നിതിൻ മേനോൻ എന്ന അമ്പയർ വിരാട് കോഹ്ലിയോട് തിരിച്ച് ഡഗ്ഔട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്ന ഒരു വിഷ്വലുണ്ട്. ഏത് പൊക്കോളൂ എന്ന് തന്നെയാണ് പറയുന്നത്, ഔട്ട് വിധിച്ചു പൊക്കോളൂ എന്നാണ് പറയുന്നത്. ആ സമയത്ത് തേർഡ് അമ്പയറിലേക്ക് പോകുന്നതിന് മുമ്പേ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ക്യാച്ച് ബാറ്റർ അപ്പീൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കും. അതന്നെ. ഇപ്പോൾ ഇതിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ TV അമ്പയറിൽ നിന്നുള്ള ഒരു ക്ലൂ കിട്ടണം നമുക്ക്. ഓക്കെ, ഇത് റെഫർ ചെയ്യണമെന്ന് പറയുന്നത് TV അമ്പയറാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്യാച്ച് വരുന്ന നമുക്ക് നോർമലി ഒരു 10 സെക്കൻഡ് ആകുമ്പം അവിടെ നിന്നുള്ള ക്ലൂ കിട്ടും. അയാളെന്ന് പറയും മുകളിലോട്ട് അയച്ചോ എന്നുള്ള രീതിയിൽ. ഓക്കെ, അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഔട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തു പോകുന്നത്. സോഫ്റ്റ് സിഗ്നൽ വെച്ച് തന്നെ പോകും. സോഫ്റ്റ് സിഗ്നൽ അല്ല, നമ്മളൊന്നും, ഞാൻ ഔട്ടും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തില്ല. ഓക്കെ, ഞാനാണ് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ക്യാച്ച് നോക്കിക്കഴിയുമ്പോൾ തന്നെ അയാൾ ക്യാച്ച് ആണെന്നുണ്ടെങ്കിൽ ഔട്ട് എന്ന് പറയും. TV അമ്പയർ ഔട്ട് എന്നുള്ള രീതിയിൽ പറയും. ഇപ്പോൾ ക്യാച്ച് പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ക്ലിയർലി ബൗൺസ്ഡ് നോട്ട് ഔട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു റീപ്ലേ വരുന്ന സമയത്ത് ക്യാച്ച് പിടിച്ച മാതിരത്തെ ഒരു ഫീലിംഗ് ആണ് ആദ്യം വന്നപ്പോൾ, ഇതിൽ സ്മാർട്ട് റീപ്ലേ വരുന്ന സമയത്ത്. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല, നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടുന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പിടിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ വിരാട് കോഹ്ലി ചോദിക്കുകയാണ്, മീൻസ് ഇത് മുകളിലോട്ട് വിട്ടൂടെ എന്നുള്ള. അപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മൾ വിടേണ്ട കാര്യമില്ല, അയാൾ പറയുന്നു, ഇത് തീരുന്നില്ല, ഈ ചർച്ച തീരുന്നില്ല. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഔട്ട് തന്നെയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്ന സമയത്താണ് അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് TV അമ്പയർ എന്ന് വന്ന് പറയുകയാണ് നിങ്ങൾ മുകളിലോട്ട് വിടുന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഈ ബോഡി ലാംഗ്വേജ്. ആദ്യം നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് ഒന്നും വന്നിട്ടില്ല, ഒരു 10 സെക്കൻഡ് വന്നിട്ടില്ല, 15 സെക്കൻഡിനകത്ത് വരണം. അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് വരാനുള്ള റീപ്ലേ വരാനായിട്ടുള്ള ഈ ആംഗിള്, ഈ രണ്ടാമത്തെ ഒരു ആംഗിളിലാണ് ഈ വശക്കേടായിട്ടുള്ള കാണുന്നത്, പറഞ്ഞാൽ ബോൾ പുറത്തായിട്ടുള്ള കാണുന്നത്. അപ്പോൾ അത് കിട്ടുമ്പോൾ ചിലപ്പോൾ താമസിച്ചാണ്. അപ്പോൾ അത് വന്ന ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് അയച്ചോ എന്നുള്ള. വിരാട് കോഹ്ലി വെളിയിൽ, ഇപ്പം വാഷിങ്ടൺ സുന്ദറെങ്കിൽ ഓൾമോസ്റ്റ് 30 യാർഡൊക്കെ കഴിഞ്ഞ് പോയി, വിരാട് കോഹ്ലി അത്രയും പോലും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്നു, നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഹാപ്പിയായി. പുള്ളിക്കാരൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ റെഫർ ചെയ്യുന്നുള്ള രീതിയിലാണ്. നോട്ട് ഔട്ട് വരുന്നതിന് മുമ്പേ പുള്ളിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ റെഫർ ചെയ്ത് ഈ ഇതിൽ സ്ക്രീനിൽ കണ്ടപ്പം കൈയുടെ പുറത്ത് ഇങ്ങനെ ബോൾ സൈഡിൽ ഇങ്ങനെ രണ്ട് കൈ സൈഡിലാണ്, ഒരു ബോളിൻ്റെ ഒരു ഭാഗം താഴോട്ടാണ്, അത് തട്ടി. അത് കാണുമ്പോൾ തന്നെ പുള്ളിക്കാരൻ നോട്ട് ഔട്ട്. ഉടനെ ശുഭ്മൻ ഗില്ലിന്റെ അടുത്ത് പോയി അത് നോട്ട് ഔട്ട് ആണെന്നുള്ള രീതിയിൽ അവര് തമ്മിൽ ഒന്നും ഇല്ലായിരുന്നു ആക്ച്വലി. അയാള് ഇപ്പം ശുഭ്മൻ ഗില്ലിന്റെ അടുത്ത് വിരാട് കോഹ്ലി, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, നീ ഇതിനെന്തിനു അപ്പീൽ ചെയ്തെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ദൂരത്തില്ല, എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ശുഭ്മൻ ഗില്ല്, എനിക്ക് തോന്നുന്നു ശുഭ്മൻ ഗില്ല് എൻ്റെ ഇതിൽ കറക്റ്റായിട്ട് പിടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അവർ തമ്മിൽ പിന്നെ വേറെ ഇതൊന്നുമില്ല, അവർ തമ്മിൽ നല്ല ടേംസിലാണ്. ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭ്മൻ ഗില്ലും വിരാട് കോഹ്ലിയും തമ്മിൽ നല്ല ടേംസിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരമായാലും വിരാട് കോഹ്ലി കുറേ അയാളെ മറ്റേ വട്ടളക്കാനൊക്കെ ശ്രമിച്ച് അങ്ങനെയൊക്കെ പോയാൽ ഇയാൾ ചിരിച്ച് അങ്ങനെ നിൽക്കുക, മ്യൂച്വൽ നല്ല റെസ്പെക്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. ഞാൻ കണ്ടെടുത്തോളം ഞാൻ പറയണം, അവർ തമ്മിൽ നല്ല ടേംസിലാണ്. അപ്പോൾ ഇയാൾ വന്ന് നീ പിടിക്കാത്ത ക്യാച്ചിന് നീ എന്തിനു അപ്പീൽ ചെയ്തെന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു തമാശക്കുള്ള രീതിയിൽ ചോദിച്ചെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞാൽ ഇതൊന്നും ഔട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ. അപ്പം ശുഭ്മൻ ഗിൽ അപ്പോഴും നോക്കുകയാണ് ഔട്ട് വരുമോ, ഉറപ്പിച്ചിട്ടില്ലല്ലോ. അപ്പം ശുഭ്മൻ ഗിൽ പറയണത് എനിക്ക് എൻ്റെ ഇതിൽ ഞാൻ പിടിച്ചെന്ന് തന്നെയാണ് വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ നോട്ട് ഔട്ട് വന്നു. നോട്ട് ഔട്ട് വന്നപ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അത് ഈ വേറൊരു കാര്യം, വൈഭവിനെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം IPL നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത് 5-6 അവാർഡുകളോളം ഒറ്റയാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച. 15 വയസ്സുകാരൻ, ഹൗ ഡു യു റെക്കൺ, എങ്ങനെ, എന്തായിരിക്കും അയാളൊരു ഇവല്യൂഷൻ ആയിട്ട് തോന്നുന്നു? ആണ് നമുക്ക് ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്തൊരു ബാറ്റിംഗ് ആണ് നമ്മൾ ഇപ്പം വൈഭവ് സൂര്യവംശിയുടെ നിന്ന് കാണുന്നത്. കാരണം 15 ഏജ്. അയാൾ ആക്ച്വലി ഞാൻ 2024 സൗത്ത് ആഫ്രിക്കയിൽ അണ്ടർ-19 വേൾഡ് കപ്പിൽ പോയപ്പോൾ പുള്ളിക്കാരൻ ടീമിൻ്റെ ഒപ്പം യാത്ര ചെയ്തിരുന്നു, കളിച്ചില്ല ടീമിൻ്റെ ഒപ്പം. അന്ന് അയാൾക്ക് 13 വയസ്സാണ്. അപ്പം തന്നെ ഇയാൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന 13 വയസ്സിൽ ഒരു ഇന്ത്യൻ ടീം അണ്ടർ-19 ടീമെ അംഗമാകും എങ്ങനെ വന്നു, അത് ഇന്ത്യൻ ടീമിൻ്റെ.
അത് കഴിഞ്ഞ് ഈ ലോകകപ്പിൽ പോയപ്പോൾ തന്നെ അവിടെ ഇരുന്ന ഫൈനലിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 ബോൾ 80 ബോൾ 175 റൺ. ആ ഫൈനലിൽ എന്ന് പറഞ്ഞാൽ അവിടെ തീർത്തു. ഫൈനലിൽ അയാൾ ഔട്ടാവുമ്പോൾ തന്നെ ഇന്ത്യക്ക് കപ്പ് ഉറപ്പിച്ചു. അപ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ IPL 3 മാച്ച് കളിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇത് എന്ത് ടാലൻ്റാണ്. പറഞ്ഞാൽ ഫുൾ സീസൺ കളിച്ചില്ല, കഴിഞ്ഞ സീസൺ ലാസ്റ്റിലാണ്. ഇതാണ് ഫുൾ സീസൺ. ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്ന പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബുംറ, പാറ്റ് കമ്മിൻസ്, റബാഡ ഇവരൊക്കെയാണ് ആദ്യ തുടക്കം പ്ലേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബോളിലാണ് 6. കാരണം നമ്മൾ നോർമലി ഇങ്ങനത്തെ വലിയ റെപ്യൂട്ടേഷനുള്ള ബോളേഴ്സിനെ ഇവരെ ഒരു ഓവർ തട്ടിമുട്ടിയൊക്കെ നിന്ന് അങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ നമ്മൾ വളർന്ന ഒരു ഇത് ഇയാൾക്ക് അങ്ങനെ ഇതില്ല. കിട്ടാനുള്ള ബാറ്റ് സ്വിങ്ങും ആ സ്പീഡും സെലക്ഷൻ, ആ ബോളിൻ്റെ എടുക്കാനുള്ള പിക്ക് ചെയ്യാനുള്ള സമയം. കാരണം ഈ ബുംറയൊക്കെ എറിയുന്ന 140 എറിയുമ്പം അതും വല്ലാത്തൊരു ആക്ഷനാണ്. ഒരു നോർമൽ ഒരു ബോൾ ഇങ്ങനെയൊക്കെ വന്ന് എറിയുന്ന സമയത്ത് സെറ്റായ ഒരുപാട് നല്ല ലോകത്തിൽ കിടിലം ബാറ്റ്സ്മാന്മാർ വരെ ബുംറേനെ യോർക്കറാണോ സ്ലോ റണ്ണാണോ ബൗൺസറാണോ എറിയാൻ പോകണമെന്ന് അറിയാൻ പറ്റാത്ത പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ സ്ലോ റണ്ണ് പ്രതീക്ഷിക്കുമ്പോൾ ബുള്ളറ്റ് പോലെ ഒരു യോർക്കർ പോയി സ്റ്റമ്പൊക്കെ കൂടെ പറന്നു പോകണത്, അവരും സ്പീഡിൽ വരുന്നതെന്ന് പറയുമ്പോൾ ബോൾ സ്ലോ ആയിട്ട് വരുന്നത്, അങ്ങനെയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ ഒരു കംഫർട്ടബിളായിട്ട്, അതും ഔട്ടാവാണ്ട് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനുള്ള ബാറ്റിംഗ് അല്ല, അടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കാന്ന് പറഞ്ഞാൽ. എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ RRഉം GTയും കൂടെ ഉള്ള ആ ക്വാളിഫയർ രണ്ടാമത് ആ ഫൈനൽ വരുന്നതിന് മുമ്പിലത്തുള്ള ഒരു മാച്ചിന് പുള്ളിക്കാരൻ സ്ലോ ഡൗൺ ചെയ്തു. എന്നാൽ നമ്മുടെ ഒരു മയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ 30 ബോളിലാണ് 50 അടിക്കുന്നത്. അപ്പം നമ്മൾ അതെ, അപ്പം നമ്മൾ അതിൽ തന്നെ അയാളുടെ നമുക്ക് കാലിബർ എന്തോ ആണ്. വിക്കറ്റ് 2 പോയി ആ സമയത്ത്. ഇപ്പോൾ കമൻറ്റേറ്റേഴ്സ് വരെ പറയുന്നുണ്ട് ഒരു അൺയൂഷ്വലി സ്ലോർ ഇന്നിങ്സ് കമ്പയർഡ് ടു നോർമൽ വൈബവ് ഇന്നിങ്സ് എന്നുള്ള രീതിയിലാണ്. പറഞ്ഞാൽ അയാൾ 15-16 ബോൾ കളിച്ച് 50 റണ്ണ് സ്ഥിരമായിട്ട് അടിക്കുന്ന ആൾ. ആ സമയത്ത് ഒരു 10 ബോളും കൂടെ എടുത്തു. അത് കഴിഞ്ഞിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാറ്റ് കമ്മിൻസിൽ ഇങ്ങനെ ഒരു 6 ലോങ് ഓഫിൻ്റെ മുകളിൽ കൂടെ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഷോട്ട് എങ്ങനെ കളിക്കാൻ പറ്റും? അതെ, അതും ലോങ് ഓഫിൽ സാമാന്യം നല്ല ദൂരമാണ്, സ്ട്രെയിറ്റിൽ സൈഡിലെങ്കിലും ചെറുതാണെന്നെങ്കിലും പറയാം, ബാക്കിൽ ചെറുതാണെന്നെങ്കിലും പറയാം. ഫ്രണ്ടിൽ ഒരുവിധം 70 യാർഡെന്ന് പറഞ്ഞാൽ 70 യാർഡ് ഉണ്ടാവും, ഫുള്ളുണ്ട്. അപ്പോൾ അത് അടിക്കാൻ പറ്റുക. അവിടെ ഫീൽഡ് മിഡ് ഓഫ് അകത്തായിരുന്നു. ചൂസ് ചെയ്യാണ്, ഈ വെറുതെ കിടന്ന് കറക്കുകയല്ല. പുള്ളിക്കാരൻ ചൂസ് ചെയ്ത് എവിടെ അടിക്കണം, ഏത് ബോളറിന് എന്താണെന്നുള്ള ഒരു ഷോട്ട് സെലക്ഷനും ഉണ്ട്. ഷോട്ട് സെലക്ഷൻ്റെ ഒപ്പം 230 സ്ട്രൈക്ക് റേറ്റ്, ഏറ്റവും കൂടുതൽ 6. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ ടോട്ടലി ഒരു 25 മിനിറ്റ് ഉണ്ടെങ്കിൽ 15 മിനിറ്റ് സൂര്യവംശി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം പോവുകയാണ്, ഒന്ന് വാങ്ങിച്ച് വരികയാണ്, അടുത്ത കപ്പ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്, അടുത്ത കപ്പ്, ഇങ്ങനെ പോയിട്ട് പുള്ളിക്കാരൻ്റെ ഓരോരോ ട്രോഫി ആയിട്ട് എല്ലാം പുള്ളിക്കാരൻ്റെ പേരിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് റൺ ഗെറ്റർ ആവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു, ഇത്രയും സ്ട്രൈക്ക് റേറ്റിൽ ഇത്രയും കൺസിസ്റ്റൻസിയിൽ റൺ അടിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അത്ഭുതം തന്നെയാണ് കാണാൻ. പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ശരിക്കും പറഞ്ഞാൽ സ്ഥാനമൊന്നുമില്ല. പക്ഷേ കഥവല്ല വേറെ മറ്റേ കഥവൊക്കെ എല്ലാം പൂട്ടിയിരിക്കുന്ന കഥവിനെ ഇടിച്ച് പൊളിച്ച് മറ്റേ ബുൾഡോസ് ചെയ്ത് അകത്ത് കയറും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് പുള്ളിക്കാരൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മീൻസ് ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അത് അടുത്തിരുന്ന് കാണാൻ പറ്റുന്നതും പുള്ളിക്കാരനായിട്ട് നിൽക്കാൻ പറ്റുന്നതും വലിയൊരു നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. ഭയങ്കര കൗതുകം തോന്നി സാർ. ജസ്റ്റിൻ ലാംഗറൊക്കെ അങ്ങോട്ട് വന്നിട്ട് അതിപ്പം മറ്റേ കെവിൻ പീറ്റർസൺ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന സമയത്ത് ചോദിച്ചു ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ റൺ അടിച്ച എത്രയാണ്. അപ്പോൾ ഒരു 1 ഡേ മാച്ചിൽ 34-35 ഓവർ കളിച്ചുള്ള 40 ഓവർ മാച്ച് 45, അയാൾ 345 അടിച്ചു എന്ന്. പിന്നെ പുള്ളിക്കാർ ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ എന്ന് 20 ഓവർ ഈ IPL ഞാൻ കളിക്കുമോ അന്ന് ഞാൻ ക്രിസ് ഗെയിലിൻ്റെ 175 ബ്രേക്ക് ചെയ്യും, ഡബിൾ സെഞ്ചുറി അടിക്കുന്നു. അതാണ്. അപ്പം അതാണ് മീൻസ് അത്രയും പുള്ളിക്കാരൻ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വേണ്ടിയാണ്, അയാൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അയാൾക്ക് പറ്റും, ഞാനത് ചെയ്യും. അതാണ് അയാളുടെ ഒരു നമ്മൾ പറയുന്ന സമയത്ത് അയാൾ വെറുതെ പറയുന്ന പോലത്തെ ഒരു പൊങ്ങച്ചോ അല്ലെങ്കിൽ അതല്ല, പുള്ളിക്കാരൻ ബിലീവ് ചെയ്യുന്നതാണ് എനിക്കിത് പറ്റും. അപ്പോൾ അതൊരു ഒരു വേറെ ഒരു ലെവലിലുള്ള കോൺഫിഡൻസ് ആണ്. അല്ല, വേറൊരു കാര്യം സാർ, ഇപ്പം 97 of 29 ബോൾസിലാണ് പുള്ളി ഔട്ട് ആവുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോസ്റ്റ് മാച്ചിൽ പുള്ളി പറഞ്ഞത്, എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ
ഒരു റെക്കോർഡിന് അടുത്താണ് നിന്നത്, അടിക്കാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ പല പുതിയ പ്ലേയേഴ്സിന്റെ ഇന്റന്റ് റെക്കോർഡ്സിന് പിന്നാലെ അവർ പോകുന്നില്ല, ഇൻഡിവിജ്വൽ സ്കോഴ്സിന് പിന്നാലെ പോകുന്നില്ല, അവർ ടീമിന് ഈ ചേഞ്ച് എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഒരു സമയത്ത് ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോൺസിന് വേണ്ടി വെച്ചിരുന്ന പ്ലേയേഴ്സിൽ നിന്ന് ഇപ്പൊ ജസ്റ്റ് ഫോർ ദ ടീം പ്ലേ ചെയ്യാന്നുള്ള അതെങ്ങനെയാ? അത് മീൻസ് നമ്മൾ ജയിക്കാനുള്ളതെന്നുണ്ട്. അത് ശരിക്കും ക്രെഡിറ്റ് നമ്മുടെ ടീം മാനേജ്മെന്റിനും ആ ഒരു ബിലീഫ് സിസ്റ്റം കൊടുക്കുന്ന അത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ പലപ്പോഴും ആർക്കൊക്കെ ആണെങ്കിലും പണ്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽ ഒരു ബ്രില്യൻസിലോട്ട് പോകാനാണ്. നമ്മുടെ ഒരു 100 അടിച്ചു, ഇപ്പോൾ ഒരു 80 ആവുമ്പോൾ തന്നെ 80 നിന്ന് പിന്നെ ഒരു 20 ബോൾ സിംഗിൾ എടുത്ത് 100 അടിച്ചിട്ടൊക്കെ പോവുള്ളൂ. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ചരിത്രം കണ്ടിട്ടുള്ളത്, ഇതിൻ്റെ മുമ്പിലുള്ള റെക്കോർഡുകളൊക്കെ കണ്ടിട്ടുള്ളതെല്ലാം അങ്ങനെയാണ്. ഇപ്പം അല്ലാത്തുള്ള ഷേവാഗ് മാത്രമേ ഉള്ളൂ 6 അടിച്ച് 100 എത്തുന്നത്. അല്ലാണ്ട് വേറെ അങ്ങനെ നമുക്ക് വളരെ കയ്യിൽ എണ്ണ അങ്ങനെ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വല്ലപ്പോഴും ആയാലായി, അല്ലെങ്കിൽ റെഗുലറായിട്ട് കുറച്ച് സേഫായിട്ട് കളിക്കുന്ന ഇതാണ്. ഇപ്പം സഞ്ജുവിന് ഇത്രയും ക്രെഡിറ്റ് എല്ലാവരും കൂടെ കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ലോകകപ്പിൽ വേണമെങ്കിൽ 3 മാച്ചിൽ 3 സെഞ്ചുറി അടിക്കാറ്. പക്ഷേ ടീം ആ ഒരു സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ 10 ബോൾ എടുത്തിരുന്നെങ്കിൽ, ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടായിട്ട് നമ്മൾ 254 റൺസ് എടുത്തിട്ട് നമ്മൾ കളി ജയിക്കണം 6 റണ്ണിനാണ്. അപ്പോൾ ഒരു 10 ബോൾ പുള്ളിക്കാരൻ സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ നമ്മൾ കളി തോറ്റു. നമുക്ക് ഒരു സെഞ്ചുറി എടുത്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. സോ ആ ഒരു കോൺസെപ്റ്റ് ടീം എഹെഡ് ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പണ്ട്. പക്ഷേ ഞാനത് കണ്ടിട്ടുള്ള ഇപ്പോൾ ഓസ്ട്രേലിയനെ പോലെയുള്ള ഒരു ടീം, ഇപ്പം മാർക്ക് ടെയ്ലർ, അയാൾ 334 നോട്ട് ഔട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ ഡിക്ലെയർ ചെയ്തു. കാരണം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് 375 റണ്ണ് ലാറയുടെ റെക്കോർഡ് അല്ലെങ്കിൽ അങ്ങനെ അത് വേണമെങ്കിൽ അയാൾക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അയാളത് പോയില്ല. അത് നമ്മൾ വേറെ ടീമിന് മാത്രമേ അങ്ങനെ ഓസ്ട്രേലിയ കുറേ അങ്ങനെ റെക്കോർഡിലൊന്നും പോകാത്തതാണ്. പിന്നെയുള്ളത് എനിക്കൊരു ഓർമ്മയുള്ളത്, സച്ചിൻ ഇവിടെ പാകിസ്ഥാനിൽ വെച്ച് 194 ബാറ്റ് ചെയ്യുമ്പം നമ്മൾ ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. കാരണം അതിപ്പോഴും വിവാദമാണ്. കാരണം ഡ്രാവിഡ് തിരിച്ചു വിളിച്ചു എന്നുള്ള രീതിയിൽ. കാരണം ഇവരന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇങ്ങനെ പറഞ്ഞറിയുന്ന, അല്ലാണ്ട് എനിക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഒന്നുമില്ല. അതിൽ പറഞ്ഞു പറഞ്ഞാൽ ഇവർ 5 ഓവർ കൊടുത്തിരുന്നു. പക്ഷെ 5 ഓവറിനിടയ്ക്ക് അധികം സ്ട്രൈക്ക് സച്ചിന് കിട്ടി. സച്ചിന് സിംഗിൾ എടുക്കും, മറ്റേ ആൾ 4 ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, സച്ചിന് തിരിച്ച് സ്ട്രൈക്ക് കിട്ടുന്നില്ല. അപ്പോൾ 5 ഓവർ കഴിഞ്ഞപ്പോൾ 190 ഇരിക്കുമ്പോഴാണ് 5 ഓവർ സമയം കൊടുത്തത്. കാരണം അടുത്ത് കഴിഞ്ഞ് എറിഞ്ഞെടുക്കാനുള്ള സമയം വേണമെന്നുള്ള രീതിയിൽ. ഇപ്പം 5 ഓവർ കഴിഞ്ഞപ്പോൾ സച്ചിൻ 194 ആയിട്ടുള്ളൂ ഇവർ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സച്ചിന് ഒരുപാട് വിഷമം എന്നുണ്ടോ, എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിരുന്നെങ്കിൽ 2 ബോളെങ്കിലും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 1 ഓവറും കൂടെ പറഞ്ഞ് അങ്ങനത്തെ. പക്ഷേ അത് വലിയ വിവാദമായി. അതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പോരാത്തതിന് അടുത്ത ദിവസം മറ്റേ ടീക്ക് മുമ്പിൽ പാകിസ്ഥാൻ ഓൾ ഔട്ട് പോയി. അപ്പം ഒരുപാട് സമയം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇതിപ്പം അവർ കളിച്ചു പോയി ലാസ്റ്റിൽ ചിലപ്പം ഇപ്പം സച്ചിന് ഒരു 2-3 ഓവറും കൂടെ കളിച്ചിട്ട് 200 അടിച്ചു കഴിഞ്ഞിട്ട് അവർ ലാസ്റ്റ് 9 വിക്കറ്റ് പോയിട്ട് 2 ഓവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓൾ ഔട്ട് ആവുമെന്നുണ്ടായിരുന്നെങ്കിൽ തിരിച്ചു പറയും, ഡിക്ലെയർ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ. അപ്പോൾ അത് 2 വശത്തുണ്ടായി. ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് നമ്മൾ ഈ പേഴ്സണൽ റെക്കോർഡ് അല്ലാണ്ട് പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ നല്ലൊരു സൈനായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സോ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പം ലെഗ് ബിഫോർ വിക്കറ്റ് ആവുക, അതിൽ പിച്ചിങ് ഔട്ട്സൈഡ് ഓഫ് ആയിരിക്കും, ഇമ്പാക്റ്റ് എന്നായിരിക്കും. പക്ഷേ വിക്കറ്റ്സ് ഹിറ്റിംഗ് ആവും. അത് 50% ഓഫ് ബോൾ ചിലപ്പോൾ കൊള്ളുന്നുണ്ടായിരിക്കുള്ളൂ. ചിലപ്പോൾ അത് ബാറ്ററിന് അനുകൂലമായി, ബാറ്ററാണ് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ ഓൺ ഫീൽഡ് അമ്പയറിൻ്റെ ഡിസിഷൻ ഔട്ടാണെങ്കിൽ ചിലപ്പോൾ അത് ഔട്ടായിട്ട് തന്നെ വിധിക്കുമായിരിക്കും. പക്ഷേ ഫീൽഡർ നോക്കുമ്പോഴേക്കും അത് ഇത്രയല്ലേ ഉള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും? അല്ല, നമ്മുടെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ്. ഞാൻ അമ്പയർ ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റുന്ന സമയത്ത് എൻ്റെ മാർജിൻ ഓഫ് എറർ എന്തോന്നാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ കൊല്ലം തെറ്റ് പറ്റുന്ന ഒന്ന് ഫൈനലിൽ ഒരു കോട്ട് ബിഹൈൻഡ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു ചെറിയൊരു സൗണ്ട്. ഇപ്പം വിക്കറ്റ് കീപ്പർ മുകളിലൊക്കെ എറിഞ്ഞു, പക്ഷെ എനിക്ക് ബാറ്റ് പാഡ് ഞാൻ കണ്ണില്ല, ഞാൻ കാണുന്നതാണ്. അപ്പോൾ ബാറ്റ് പാഡിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ചെവിയിൽ ഈ 1,20,000 അപ്പോൾ എനിക്ക് ഇത് കേൾക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇത് ക്ലൂസ് എടുത്ത് ഒന്നിൽ ഞാൻ ഗസ് വർക്കിൽ ഞാൻ ഔട്ട് കൊടുക്കണം. ഗസ് വർക്കിൽ ഇയാൾ ജോസ് ബട്ട്ലർ മുകളിൽ ഇട്ടു, അതുകൊണ്ട് ഞാൻ ഔട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഗസ്സിൽ കൊടുക്കണം. അല്ലെങ്കിൽ എൻ്റെ ഗട്ടിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം, എൻ്റെ ഇതിൽ എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വശത്തോട്ട് പോയേ പറ്റൂ. അപ്പോൾ ഞാൻ നോട്ട് ഔട്ടിലോട്ട് നിന്നത് തെറ്റി എനിക്ക് കുഴപ്പമില്ല. എന്നാൽ അത് കാണുന്ന സമയത്ത് എനിക്കും അറിയാം ഇത് ഔട്ടാണ്. അതിൻ്റെ മുമ്പിലൊന്ന് ഇതേപോലെ അവർ അപ്പീൽ ചെയ്തു, അത് കൊണ്ടില്ല, എനിക്ക് കറക്റ്റായി. എന്നാൽ നമുക്കത് ശരിയാവുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. സോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ LBW വരുന്ന സമയത്ത് ഈ പകുതി ബോളിൻ്റെ മുകളിൽ
ഇപ്പം ഇതിൽ നമുക്ക് സ്റ്റമ്പിലുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ അത് 3 റെഡ് മീൻസ് ഔട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം പകുതി ബോളിൻ്റെ കുറവായിട്ടാണ് സ്റ്റമ്പിൽ ബെയിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തിൽ ജസ്റ്റ് ആയിട്ടാണ് കൊള്ളുന്നുണ്ടെങ്കിൽ അമ്പയർ കോളായിട്ടാണ് വരുന്നത്. ഇപ്പം അത് 51% ആണ് വരേണ്ടത്. ഇപ്പം നമ്മൾ നമ്മുടെ മോശം സമയത്ത് അതേപോലെ പിച്ചിങ് ലെഗ് സ്റ്റമ്പിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോളിൻ്റെ 51% ഈ ലൈനിൻ്റെ ഇപ്പുറത്തോട്ടായിരിക്കണം. ആണെങ്കിൽ പിച്ചിങ് ഇൻ ലൈൻ വരും. ഇപ്പം നമ്മൾ ഔട്ട് കൊടുക്കുന്ന സമയത്ത് 50% ആയിരിക്കും ചിലപ്പോൾ. 1% കുറവ്. 1% എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിനെക്കാട്ടിലും കുറവ് വന്നില്ല. അത് തെറ്റും. നമ്മൾ തെറ്റിയേ പറ്റും. പിച്ചിങ് ഔട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ തെറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അത് വിഷമിച്ച് കഴിഞ്ഞില്ല അതും കൂടെ കറക്റ്റാക്കണം നോക്കിയാൽ ഒരു ഡിസിഷൻ കറക്റ്റ് ആവില്ല. നമുക്കൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പാറ്റേണിലോട്ട് പോവാം. നമ്മൾ ഈ ടെക്നോളജി എന്ന് പറയുന്നതും ടെക്നോളജി ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അതും കാണിക്കുന്നത്. അതും ഇവിടെ പിച്ച് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ കൊള്ളും എന്നുള്ള രീതിയിലാണ് അതും കാണിക്കുന്നത്. നമ്മുടെ മൈൻഡിൽ നമുക്കൊരു ഡേറ്റ ഒന്നുമില്ല. അതാണ്. അപ്പം നമുക്ക് ഡേറ്റ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഇവിടെ കുത്തി ഇവിടെ നിന്ന് ഇതുവരെ പോയി ഇവിടെ നിന്ന് പോയി ഇത്രയും പൊക്കത്തിൽ പോകുന്നുണ്ട്, സ്റ്റമ്പിൻ്റെ പൊക്കം ഇത്രയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഡേറ്റ ഉണ്ട്. നമ്മൾ കാണുന്ന ഒരു സെക്കൻഡിൽ ബോൾ എല്ലാം കൂടെ പോയി കൊള്ളൂലേ, ഗസ് വർക്കാണ് അവിടെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇത് ബോളിൽ പോയി മിസ് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ കൊള്ളും എന്നുള്ള രീതിയിൽ അതിൽ നമ്മൾ അമ്പയർ കോള് നമുക്ക് അങ്ങനെ വരില്ല മൈൻഡിൽ. ഔട്ടാണോ ഔട്ടല്ല അത്രയും നമ്മുടെ മൈൻഡിൽ വരുള്ളൂ. അപ്പോൾ അത് ഔട്ട് കൊടുക്കുന്ന സമയത്ത് അമ്പയർ കോളായിട്ട് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ ഡിസിഷൻ കറക്റ്റായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BCCIയുടെ ഒരു റിട്ടയർമെൻറ്റ് പോളിസി കഴിഞ്ഞ ദിവസം അവർ പുറത്തിറക്കിയിരുന്നു. അതായത് നിങ്ങളിപ്പോൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. അതിപ്പോൾ വേറെ ലീഗുകളാണെങ്കിൽ പോലും പല പ്ലെയേഴ്സും ഇൻ്റർനാഷണൽ മത്സരങ്ങൾ റിട്ടയർ ചെയ്തിട്ട് ഡൊമസ്റ്റിക് ലീഗിൽ പോയി ഇപ്പോൾ BBL ആയാലും IPL തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ BCCIയുടെ ഭാഗത്തുനിന്ന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, എനിക്ക് എൻ്റെ ഇതിൽ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല പ്രൈവറ്റ് ലീഗും പല സ്ഥലത്തിലും ഈ ഒരു ചാലഞ്ച് വന്നു കഴിഞ്ഞു. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുനിൽ നരേൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു അവസാനത്തെ ഘട്ടത്തിൽ അവരെ ബ്രാവോ അങ്ങനത്തെ കുറേ പ്ലേയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള ലീഗ് കളിക്കാൻ മാത്രമേ താല്പര്യമുണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ വേറെ പൈസയൊന്നുമില്ല, സാമ്പത്തികം. അപ്പോൾ ഇവർക്ക് പൈസ കിട്ടുന്ന ഇതിലിപ്പം ബോൾട്ട്, ഞാനൊരു വളരെ ഇതായിട്ട് പറഞ്ഞു, ഇപ്പം ക്ലാസൻ സൗത്ത് ആഫ്രിക്കയിൽ കളിക്കുന്നില്ല, പക്ഷേ ഈ ലീഗ് കളിക്കാനാണ് ഇവർക്ക് ഇത് 20 ഓവറിൻ്റെ മാച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു 15 മാച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രേക്ക് കിട്ടും. വേറെ സ്ട്രെയിൻ മറ്റേതിൻ്റെ അത്ര സ്ട്രെനോസായിട്ടും വർക്ക് ലോഡ് 5 ഡേ മാച്ചൊക്കെ നിൽക്കുന്ന പോലെ അതിൽ നിൽക്കേണ്ട, അവർക്ക് അടുത്ത ഇതിലോട്ട് നിന്നാൽ മതി. 20 ഓവർ എന്ന് പറയുമ്പോൾ 3 മണിക്കൂറിൻ്റെ കളി. അപ്പോൾ ആ ഫോർമാറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള ഫോർമാറ്റിൽ അതിലിപ്പം കൺട്രിക്ക് വേണ്ടി ഇപ്പോൾ അവർക്കൊരു 2 കോടി 3 കോടിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി എഫേർട്ടിൽ അവർക്കൊരു 10 കോടി കിട്ടാനുള്ള ചാൻസാണ്. പറഞ്ഞാൽ 5 സ്ഥലത്ത് ഇപ്പോൾ അവർക്ക് ഇൻ്റർനാഷണൽ അസൈൻമെൻറ്റ് ഉണ്ടോ, അവർക്ക് മാച്ച് ഉണ്ടോ, ഇതിൽ ഈ സമയത്ത് ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കുക, ബോർഡിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കേണ്ട, റിട്ടയറായി, ഞാൻ ഫ്രീ ആണ്. ഞാനിപ്പോൾ എല്ലാ സ്ഥലത്തിലും, ഇപ്പോൾ പല സ്ഥലത്തിലും, ഇപ്പോൾ കാനഡയിലുണ്ട്, US ഇപ്പം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ T20 ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തവും പടർന്ന് ഇങ്ങനെ തീ പിടിക്കുന്ന പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തിലും. അപ്പോൾ ഈ വലിയ പ്ലെയർ അവർക്ക് ഈ മാർക്കറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വലിയ പ്ലെയേഴ്സിന്, അപ്പോൾ അവർക്ക് നല്ല പൈസ കിട്ടും. ഇപ്പോൾ പല ലീഗ് ഇപ്പോൾ പാകിസ്ഥാൻ ലീഗ് ആവട്ടെ, അതൊന്നും നമ്മളെപ്പോലെ 2 മാസം ഇല്ല. വേറെ പല സ്ഥലത്തിലും ഇപ്പോൾ US ഇപ്പം ലെജൻസ് ലീഗ്, ഇപ്പോൾ സച്ചിനൊക്കെ പോയി കളിക്കുന്ന അങ്ങനത്തെ വേറെ ലീഗുണ്ട്. അതൊക്കെ 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിൽ. അപ്പോൾ ഈ 2 ആഴ്ചയിൽ അവർക്ക് 2 കോടി രൂപ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ സച്ചിനൊക്കെ പോയി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ സച്ചിനൊക്കെ ഉറപ്പായിട്ട് 2-3 കോടി രൂപ കിട്ടും. ഇവിടെ ഇപ്പോൾ 10 കോടി കിട്ടുകയാണെങ്കിൽ 15 കോടി കിട്ടുകയാണെങ്കിൽ 2 മാസമാവും. അപ്പോൾ അവർക്ക് ഇവാലുവേറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ IPLൻ്റെ പൈസ ഈ ചെറിയ ലീഗ് ഒരു 10 എണ്ണം കളിച്ച് കഴിഞ്ഞാൽ 2 കോടി വെച്ച് 20 കോടി അവർക്ക് സേഫായിട്ട് കിട്ടും. അതുകൊണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിരിക്കണം BCCI എന്ന് പറഞ്ഞാൽ ഉള്ള പ്ലേയേഴ്സും കൂടെ പോയി കഴിഞ്ഞാൽ ഈ ലീഗിൻ്റെ ആയാലും ഇന്ത്യൻ ടീമിൻ്റെ ആയാലും നമുക്ക് ഒരു നിലവാരം കുറഞ്ഞു. നമ്മുടെ IPL ഇത്രയും പോപ്പുലറായിട്ടുള്ളത് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഈ ഇന്ത്യൻ പ്ലേയേഴ്സ് പുറത്തുപോയി കളിച്ച് കഴിഞ്ഞാൽ ഈ IPLൻ്റെ ഒരു വാല്യൂ കുറയും എന്നുള്ളൊരു എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അത് BCCIക്കും തോന്നിക്കാണും. അപ്പോൾ എത്രത്തോളം നമ്മുടെ പ്ലേയേഴ്സിന് ഇവിടെ തന്നെ പിടിച്ച് നിർത്താൻ പറ്റൂ. അതിപ്പം അശ്വിനൊക്കെ റിട്ടയർ ചെയ്തിട്ട് BBL കളിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ പരിക്ക് കാരണമാണ് അദ്ദേഹത്തിന് സിഡ്നിയിൽ തണ്ടേഴ്സിന് വേണ്ടിയിട്ട് കളിക്കാൻ പറ്റാതെ പോയത്. ആ സാഹചര്യം കൂടി ആയിരിക്കും എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് അതിനെക്കുറിച്ച് ബാക്കിയുള്ളതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. എങ്ങനെയാണ് 5 കൊല്ലം എന്നുള്ളത് എനിക്കറിയില്ല. 5 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം
കുറേ ഒരു പ്രായമായിട്ടുള്ള ഇപ്പോൾ ലെജൻസ് ലീഗും അങ്ങനത്തെ വേറെ എന്തൊക്കെയോ ലീഗൊക്കെ കുറേ ഇപ്പോൾ സച്ചിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇപ്പോൾ ശ്രീശാന്ത് കളിക്കുന്നുണ്ട്, അങ്ങനത്തെ പല ആൾക്കാരും അത് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇവർക്ക് പ്രശ്നം. ഇപ്പോൾ യുവരാജ് സിംഗ് പോയി കളിച്ചാലോ അല്ലെങ്കിൽ ഹർഭജൻ സിംഗ് പോയി കളിച്ചാലോ മേ ബി 5 കൊല്ലം റിട്ടയർമെൻ്റ് ആയി എന്നുള്ള രീതിയിലായിരിക്കും അവർ നോക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഇത് അറിയില്ല. ഓക്കെ, ഇപ്പോൾ ഈ റിവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വിക്കറ്റ്സിന് റിവ്യൂ എടുക്കുന്നത് ഓക്കെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്, പക്ഷേ ഈ വൈഡിന് റിവ്യൂ എടുക്കുക, അത് പോകുന്നതിൻ്റെ ടൈം കൺസ്യൂമിങ്, ഏകദേശം ഒരു ബോൾ ഒരു വൈഡ് റിവ്യൂ ഇടുന്ന ഒരു 2.5 മിനിറ്റ് മൊത്തം അത് ട്രാക്ക് ചെയ്ത് അതിൻ്റെ ലൈനിൽ എല്ലാം വെച്ച് നോക്കാറുണ്ട്. അത് നെസസറി ആണെന്ന് തോന്നിയിട്ടുണ്ടോ വൈഡ്? ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള IPL ചില അമ്പേഴ്സിന് അങ്ങ് വിട്ട് കൊടുത്തൂടെയും തോന്നാറില്ല. അതാണ് അത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ ഇപ്പോൾ 2025 നമ്മൾ IPL എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 20 മാച്ചോളം ലാസ്റ്റ് ബോളിലാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഒരു വൈഡ് നമ്മൾ വിളിച്ചില്ല ഒരു വൈഡ്. അതിന് ശരിക്കും പറഞ്ഞ ഒരു റണ്ണുണ്ടേ, അതിനൊരു ബോളും കൂടെ ഉണ്ട്. അതിൽ 4 പോവാം, 2 പോവാം, 6 പോവാം. ശരിക്കും പറഞ്ഞാൽ ഈ ലാസ്റ്റ് ബോൾ വരെ പോകുന്ന മാച്ചുകളെല്ലാം മറ്റേ ഒരു ടീം ചിലപ്പോൾ തോറ്റിട്ടുണ്ടാവും. അത് ശരിക്കും 7 റണ്ണാണ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കളിയില്ല, ലാസ്റ്റ് ബോൾ പോകുന്നില്ല. അവരെ എത്ര അടിച്ചു കഴിഞ്ഞാൽ 6 റൺ അടിക്കാൻ പറ്റുള്ളൂ, മറ്റേ ടീം 1 റണ്ണിന് കളി ജയിക്കും അല്ലെങ്കിൽ ടൈ ആവും. അപ്പോൾ അങ്ങനെ ഈ വളരെ ക്ലോസ് മാച്ച്. അതേപോലെ ഒരു ഇടയ്ക്കൊരു നിങ്ങൾ കഴിഞ്ഞതിന് മുമ്പിലത്തല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഋഷഭ് പന്തിൻ്റെ ഒരു ഫുൾ ടോസ് വേസ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പ്രവീൺ ആമ്ര കോച്ച് ഗ്രൗണ്ടിനകത്ത് ഇറങ്ങിയപ്പോൾ ബാനും കിട്ടി. അപ്പോൾ പ്രവീൺ ആമ്ര അകത്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ ആമ്ര അകത്ത് പോയില്ലെങ്കിൽ ഋഷഭ് പന്ത് അകത്ത് കയറാൻ നിൽക്കുകയാണ്. ഋഷഭ് പന്ത് കയറി കഴിഞ്ഞാൽ കളിക്കാരനാണ് 2 മാച്ച് ബാൻ കിട്ടുന്നത്. അപ്പോൾ അയാൾ ബാൻ ആയിക്കൂടാന്നുള്ള രീതിയിൽ കോച്ച് ബലിയാടായിട്ട് അങ്ങോട്ട് അകത്ത് കയറി പോയതാണ്. അയാൾക്കറിയാൻ പോയിക്കൂടാന്നുള്ളത്. പോയില്ലെങ്കിൽ ഋഷഭ് പന്ത് ചാടി കഴിച്ച് പാഡൊക്കെ കഴിച്ച് അങ്ങോട്ട് തർക്കത്തിന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് നോ ബോളാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നോർമലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോ ബോളാണോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം ഞാനൊരു വളരെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ പാകിസ്ഥാൻ്റെ എതിരെ നമ്മൾ ഓസ്ട്രേലിയയിൽ വെച്ച് നമ്മൾ കളിച്ച T20 ലോകകപ്പിൽ ആദ്യത്തെ മാച്ചിൽ വിരാട് കോഹ്ലിയുടെ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു ഇന്നിങ്സായിട്ട് നമ്മൾ കാണുന്ന ചേസ് ചെയ്ത് നമ്മൾ പാകിസ്ഥാനായിട്ട് ജയിക്കുന്ന ഒരു മാച്ചിൽ അതിൽ അവസാനത്തെ ഓവറിൽ 16 റണ്ണ് വേണം. 16 റണ്ണ് വേണമെന്നുള്ള സമയത്ത് ഒരു നോ ബോൾ വരും. വേസ്റ്റേറ്റിലാണ്, ഓൺ ഫീൽഡിൽ വിളിക്കും. അത് നോ ബോളല്ല, വേസ്റ്റേറ്റിൻ്റെ താഴെയാണ്. നമ്മൾ ഈ അളവ് എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റേറ്റിൻ്റെ താഴെയാണ്, വിളിച്ചു പോയി. അതാണ് ഞാൻ പറയണത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മാച്ച് നമുക്ക് അടുത്ത ബോളിൽ വിരാട് കോഹ്ലി വിക്കറ്റ് കിട്ടി 3 റണ്ണ്. അതാണ് അത് ശരിക്കും ഇല്ല. വിരാട് കോഹ്ലി ബോൾഡാണ്. ഈ ഫ്രീ ഹിറ്റ് അല്ലെങ്കിൽ ബോൾഡാണ്. ഈ കളി നിയന്ത്രിക്കും നമ്മുടെ അമ്പയറിനെ ഞാൻ തെറ്റ് പറയുകയല്ല. എൻ്റെ ഇതിൽ തീർച്ചയായിട്ടും ഇത് നോ ബോളല്ല. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ച്, പ്രത്യേകിച്ചും IPL ഇപ്പോൾ ട്രജക്ടറി വെച്ച് കാണുന്ന സമയത്ത് അത് അടിക്കുന്ന ഫ്രണ്ടിലാണ്, ക്രീസിൻ്റെ ഫ്രണ്ടിൽ ഒരു 4 അടി മുന്നിൽ വെച്ചിട്ടാണ് വിരാട് കോഹ്ലി അടിക്കുന്നത്. ആ സമയത്ത് വേസ്റ്റേറ്റിൻ്റെ താഴെയാണ്, പക്ഷെ ബോൾ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം IPL കാണുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നതല്ല ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പോൾ IPL നമ്മൾ അങ്ങനത്തെ ഇപ്പോൾ 2 മിനിറ്റ് പോയാലും തെറ്റില്ല, ഒരു കളി പോയില്ലേ. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അങ്ങ് ഫ്ലോയിലങ്ങ് പൊക്കോളാന്ന് പറഞ്ഞു. ഇത് സപ്പോസ് പിന്നീട് ഈ ബോൾ ട്രാക്കിംഗ് വന്ന് കാണിക്കുകയാണ്, നമ്മൾ കൊടുത്തത് തെറ്റാണ്. ഇപ്പോൾ സാധനങ്ങൾ ഇപ്പം ടെക്നോളജി എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ 2 ബോൾ കഴിഞ്ഞിട്ട് നമ്മളത് കറക്റ്റ് ബോളാണ്, അത് തെറ്റി വിളിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യമുണ്ടോ? സോ അതുകൊണ്ട് ഈ എത്രത്തോളം നമുക്ക് തെറ്റ് തിരുത്താൻ പറ്റും, അതിപ്പം പ്ലേയേഴ്സിന് ആർക്കും ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ ചെറിയൊരു ഡിലേ വരുന്നുണ്ട്, ഒരു ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിലും അവരിപ്പോൾ മോർ ഓർ ലെസ് ഒരുവിധം ഉള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പണ്ട് എല്ലാത്തിനും നമുക്ക് വഴക്കാവും, പ്ലെയർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് മുകളിലോട്ട് പോയില്ലേ. ഇപ്പോൾ അവർ കണ്ട് ഇത് ടെക്നോളജി എടുത്ത് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ചാലഞ്ച് ചെയ്യുന്നതും ലാസ്റ്റിലൊക്കെ ഉണ്ടെങ്കിലേ അവരെടുക്കുന്നുള്ളൂ. അല്ലാത്തത് ഒരുവിധം ഒന്നും അവരെടുക്കുന്നില്ല. സോ അതിൽ ഇപ്പം DRS എടുത്ത് നമ്മൾ വൈഡ് വന്നതിൽ 50% ഒരുവിധം വന്നിരിക്കുന്നത് വൈഡ് കോളം എന്ന് പറഞ്ഞാൽ 50% അമ്പയർമാർ വിളിച്ചത് കറക്റ്റാണ്, 50% നമ്മൾ വിളിച്ചത് തെറ്റി, ഇവർ പ്ലേയേഴ്സ് പറയുന്നത് കറക്റ്റാണ്. അവിടെ 50-50 പക്ഷേ ഇതില്ലെങ്കിൽ ഇതെല്ലാം കോളും തെറ്റി, അമ്പയറിൻ്റെ ഇത് തെറ്റി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അവർക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ടാവും. 1 റണ്ണിനൊക്കെ കളി നോക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വിളിച്ചില്ല എന്നുള്ളൊരു ഫീലിങ്ങേ വരുള്ളൂ. സോ അത് മാറ്റാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ഒപ്പീനിയനിൽ ഇത് ഉള്ളത് നമുക്ക് വളരെ തലവേദന ഇല്ലാത്തൊരു കാര്യമാണ്.
അവിടെ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ മാറ്റിയിട്ട് വൈഡല്ല എന്ന് വിളിക്കുന്നതാണ് എനിക്ക് എൻ്റെ എൻ്റെ. പക്ഷെ ഞാൻ ഇപ്പോഴും ആ ഇൻസിഡന്റിന്റെ ഷോക്കിൽ നിൽക്കുക. കാരണം അതൊരു എന്തൊരു ഗംഭീര ഇന്നിങ്സ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു ഇന്നിങ്സ്. പക്ഷെ ശരിക്കും അത് ഔട്ടാണ് അല്ലെങ്കിൽ നോ ബോൾ അല്ല എന്ന് പറയുമ്പോഴേ അതെ എന്ന് പറഞ്ഞാൽ കളി മാറിയില്ല. ഒരു ബോളും കൂടെ ഒരു എക്സ്ട്രാ ബോളും കൂടെ കൊടുക്കുകയാണ്. ആ നോ ബോളിലുള്ള സ്റ്റമ്പിൽ കൊണ്ടുപോയ 3 റണ്ണും കൂടെ കൊടുക്കുകയാണ്. പിന്നെ 7ാമത്തെ ബോളിൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ 4 അടിച്ച് ജയിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി മാറി അവിടെ. അതെ, നമ്മൾ ആ ഹാരിസ് റോഫിന്റെ 6 ഒക്കെ സ്ട്രേറ്റ് 6 കണ്ട് നവാസിന്റെ ലാസ്റ്റ് ഓവർ ഒക്കെ കണ്ടിട്ട് പക്ഷെ ഇതിൽ എങ്ങനെ ഒരു ട്വിസ്റ്റ് ഉള്ളത് വിചാരിച്ചില്ല. പക്ഷെ ഇനിയുള്ള സാറിന്റെ പരിപാടികൾ അല്ലെങ്കിൽ ഇനിയുള്ള ലീഗ്, കാരണം ഒരു 6 months ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇതായിരുന്നല്ലോ, വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് IPL. ഈ IPL ഫൈനൽ അതിൽ ഞാൻ അത് ചോദിച്ചില്ല. IPL ഫൈനലിലേക്ക് വരുന്ന കോൾ എപ്പോഴാണ്? അതായത് AP എന്നാണല്ലോ അവിടെ വിളിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാ. AP ഫൈനലിൽ ഓൺ ഫീൽഡ് ആയിരിക്കും എന്ന് ഇത് ആരാണ് അറിയിക്കുന്നത്? അറിയിച്ചപ്പോൾ മൊമെന്റും കൂടെ ഒന്ന് പറയുമോ? അല്ല, ഇത് BCCIയുടെ ആൾക്കാരാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതിൽ ഇത് എല്ലാ മാച്ചിൻ്റെയും നമ്മുടെ റെക്കോർഡ് അവർ എടുക്കാറുണ്ട്. നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ പാസ്റ്റ് പെർഫോമൻസ്, അതും നമ്മുടെ എത്ര തെറ്റി ഇതൊക്കെ നോക്കാം, എല്ലാം നോക്കാം. നമ്മുടെ എല്ലാം റോങ് ഉണ്ടെങ്കിൽ റോങ് മാർക്കാവും, നമ്മുടെ എല്ലാത്തിലും മാർക്കാവും. അത് TV എംപയറിങ്ങിൻ്റെ എങ്ങനെയാണ്, പ്ലെയർ മാനേജ്മെന്റ് എങ്ങനെയാണ്. ഇപ്പോൾ ഒരു റോങ് ഡിസിഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക, തേർഡ് എംപയർ പറയുന്നത് യു ഹാവ് ടു റിവേഴ്സ് യുവർ ഡിസിഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ ഒരു റോങ് മാർക്ക് വീണു? അത് ചിന്തിച്ചാൽ പോയി അടുത്തത് തെറ്റും. അതാണ് ഞാൻ പറയണത്. നമ്മളത് മറന്നു പോയി അതിൻ്റെ മാർക്ക് എത്ര മാർക്ക് കുറയ്ക്കുന്നുണ്ടോ അത് കുറച്ച് പോട്ടെ ഉണ്ട്. പിന്നെ എല്ലാം നമ്മുടെ പെർസെൻറ്റേജ് വരുമല്ലോ, ലാസ്റ്റിൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഇതിൽ ഒന്നും നമുക്ക് വേറെ ആരുടെടുത്തോ ഒന്നും പറയാനായിട്ടൊന്നുമില്ല. കാരണം എല്ലാം 27 ക്യാമറയുണ്ട്, 300 ഫ്രെയിം റേറ്റും ഉണ്ട്. നമ്മൾ എല്ലാവരും മുമ്പിൽ നമ്മൾ തെറ്റിയെന്ന് പറഞ്ഞ് കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും തെറ്റ് ചെയ്തില്ല എന്നും അവിടെ ഒന്നും ഒരു സ്കോപ്പില്ല, എസ്കേപ്പിനുള്ള ഒരു സ്കോപ്പൊന്നുമില്ല. സോ അത് ഒരു ഭാഗ്യവും കൂടെയാണ്. ഇതിലൊരു ലക്ക് ഫാക്ടറും കൂടെ ഉണ്ട്. ഇപ്പം എനിക്ക് ഫൈനൽ കിട്ടിയുണ്ട്, ഞാനാണോ ബെസ്റ്റ് അമ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നുമല്ല ബെസ്റ്റ് അമ്പയർ. കാരണം ആ ദിവസത്തേക്ക് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഈ സീരീസിൽ എനിക്ക് നല്ലൊരു രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. അതിൻ്റെ മുമ്പിലുള്ള നമ്മുടെ റണ്ണപ്പ് ടു ദ ഈ IPLും അതിൻ്റെ മുമ്പിൽ ഈ വേൾഡ് കപ്പ് കിട്ടുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതും T20 വേൾഡ് കപ്പിൽ ഞാൻ ഈ എലീറ്റ് പാനലിലുള്ള അമ്പയറിലല്ല. സോ അതല്ലാണ്ട് അവർക്ക് അമ്പയർ വേണ്ടി വരുന്ന സമയത്ത് ICCക്ക് ഞാൻ അണ്ടർ-19 ലോകകപ്പ് ചെയ്ത സമയത്തുള്ള ഞാൻ ചെയ്ത പെർഫോമൻസ് അവർക്ക് മെച്ചമായിട്ട് ചെയ്തു എന്നുള്ളൊരു ധാരണ വന്നിരുന്നു. സോ അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്നത്. സോ കുറേ നമുക്ക് ഭാഗ്യങ്ങളും കൂടെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അല്ല സാർ, ഞാൻ പറയുന്നത് ഈ കോൾ വന്നത് എങ്ങനെയാണ്? നമുക്ക് പോസ്റ്റിംഗ് വരും. പോസ്റ്റിംഗ് ഞാൻ ആക്ച്വലി ഈ മെയിലിലാണ് വരുന്നത്. ഞാൻ ഈ ചില സമയത്തൊക്കെ ഈ സെൽഫോൺ വെച്ച് കഴിഞ്ഞാൽ കുറേ ഈ മാച്ചിൻ്റെ മുമ്പിലൊന്നും ഞാൻ സെൽഫോൺ നോക്കാറില്ല. പറഞ്ഞാൽ ഇപ്പം വാട്സപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ്ബുക്കോ ഈ മീഡിയ ഇത് ഞാൻ ഫുള്ളും അവോയ്ഡ് ചെയ്യും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ വെളിയിലുള്ള ഡിസ്റ്റർബൻസ് നമ്മളെന്തെങ്കിലും ഇപ്പം എന്നെക്കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ലതായിരിക്കാം, എന്താണെങ്കിലും എൻ്റെ പ്രിപ്പറേഷൻ പാർട്ടിന് ഞാനൊരു രാവിലെ മുതലേ എൻ്റെ ഒരു റുട്ടീനുണ്ട് അതിലോട്ട്. അതിപ്പം അത് തന്നെ ഞാനിപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ജിമ്മിലോട്ട് പോവുകയാണെങ്കിലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാ ഡ്രസ്സ് എന്തൊക്കെയുണ്ടോ നമ്മൾ മാച്ചിൻ്റെ ഡ്രസ്സ് ഷൂസ് എടുത്ത് വെക്കുന്നത്, അതേപോലെ നമ്മുടെ നോട്ട് പാഡിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ ടൈമിങ്ങിൻ്റെ ഇതെല്ലാമായിട്ടുള്ള ചാർട്ടും ഇതെല്ലാം, പിന്നെ അതേപോലെ മഴ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെഡി റെക്കണ്ടറായിട്ടൊരു ചാർട്ട് എഴുതി വയ്ക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വയ്ക്കും. അതേപോലെ എൻ്റെ ഇതിൽ ഞാൻ നോർമലി ദൈവത്തിനോട് ഞാനങ്ങ് മൊത്തമായിട്ടൊന്ന് സറണ്ടറുണ്ട്. എനിക്ക് ഞാൻ തന്നെ ഒരു ചെറിയൊരു ഇതിൽ ഇന്നത്തെ മാച്ചിൻ്റെ എല്ലാ ഡിസിഷനും നിങ്ങൾ തന്നെ അങ്ങ് കൊടുക്കുക, മനസ്സിലായില്ല. അപ്പം അതിനൊരു താങ്ക് യു ഒന്നും പറഞ്ഞു എൻ്റെ ബിഹാഫിൽ നിങ്ങൾ അങ്ങ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു താങ്ക് യും കൂടെ അത് എഴുതി ഒരു ചെറിയൊരു ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ടാവും, അതിൽ ഞാൻ എഴുതി വയ്ക്കും. കാരണം പിന്നെ ഞാൻ അങ്ങ് വിട്ട് ഇനിയിപ്പം വരുന്നത് ദൈവം നോക്കിക്കോട്ടെ എന്നുള്ള, ഞാനും ദൈവവിശ്വാസിയാണ്, ഞാനിതിൽ ബിലീവ് ചെയ്യുന്നതാണ്, ഡെസ്റ്റിനിയിൽ ബിലീവ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ കണ്ണിൽ നമ്മൾ എന്തൊക്കെ കോൺസെൻട്രേഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ആ ലക്ക് ഫാക്ടർ ഇല്ലെങ്കിൽ പറ്റൂല. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറയുന്ന പോലെ ഇപ്പോൾ പ്ലെയേഴ്സിൻ്റെ ആണെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പം 160 സ്ട്രൈക്ക് റേറ്റും ഇതൊക്കെ ഉള്ള ആൾക്കാർ ടീമിൽ സെലക്ഷൻ കിട്ടാണ്ട് പോകും. ചില ആൾക്കാർക്ക് ആ സമയത്ത് കിട്ടും. ഇപ്പോൾ സഞ്ജുവിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു അവസരം കിട്ടി. ആ ലക്ക് ഫാക്ടർ വേണം. അതിനിപ്പോൾ ദൈവമായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഒരു പേര് ദൈവമായിട്ടൊരു പേരാണ് വെച്ചിരിക്കുന്നത്. വേറെ എന്ത് വേണമെങ്കിലും ഡെസ്റ്റിനിയോ വേറെ എന്ത് വേണമെങ്കിലും നമ്മുടെ ഞാനൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്നുള്ള എൻ്റെ തലയിൽ നിന്ന് ഈ നെഗറ്റീവ് ബ്ലോക്ക് എടുത്ത് മാറ്റാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പിന്നെ എനിക്ക് തെറ്റ് കഴിഞ്ഞാലും ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തു, അത് കഴിഞ്ഞ് എന്ത് വരുന്നുണ്ടോ അത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു ടെക്നിക്കൽ ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് അപ്പോൾ രാവിലെ ഞാൻ ഈ മാച്ചിൻ്റെ ഈ പോസ്റ്റിംഗ് വരുന്ന സമയത്ത് ഞാനിത് കണ്ടിട്ടില്ല.
അപ്പോൾ ജവഹൽ ശ്രീനാഥ് ഇപ്പോൾ എല്ലാ മലയാളികളും ചേട്ടന്മാരാണ്. ഇപ്പം അമ്പയർമാരെല്ലാവരും എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജവഹൽ ശ്രീനാഥ് എന്നെക്കാട്ടിലും മൂത്തതാണ്, പുള്ളിക്കാരനും ചേട്ടാ എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അപ്പം ചേട്ടാ ഡിഡ് യു സീ ദ പോസ്റ്റിംഗ്? അപ്പം ഞാൻ പറഞ്ഞില്ല, വന്നിട്ടില്ല. വന്ന് നീ മെയിൽ നോക്ക്, യു ആർ നോട്ട് സീയിങ് എനിത്തിങ്. അപ്പോൾ അത് വന്നു മീൻസ് തീർച്ചയായിട്ടും ഹാപ്പി ആയിരുന്നു. കാരണം ഓൺ ഫീൽഡ് കിട്ടുന്നത് നമുക്കൊരു വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഞാനിപ്പം രഞ്ജി ട്രോഫി ഫൈനൽ ഞാൻ ചെയ്തിട്ടുണ്ട് 3 എണ്ണം. പിന്നെ അതേപോലെ ദുലീപ് ട്രോഫി ചെയ്തിട്ടുണ്ട്, ഇറാനി ട്രോഫി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക്കിൽ 1 ഡേ സയ്യിദ് മുഷ്താഖ് അലി, വിജയ് ഹസാരെ. അപ്പോൾ അതിൽ ഇത് നമുക്ക് പറഞ്ഞാൽ ആകപ്പാട് നിതിൻ മേനൻ 8 പ്രാവശ്യമായി. പിന്നെ രവി എനിക്ക് എത്ര ഒരു 3-4 പ്രാവശ്യം രവി ചെയ്ത് കാണുമെന്നാണ് എൻ്റെ വിശ്വാസമുള്ളത്. പിന്നെ കഴിഞ്ഞ കൊല്ലം മദനഗോപാൽ ചെയ്തു. അപ്പം നമ്മുടെ ഇന്ത്യൻ അമ്പയേഴ്സ് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 3-4 പേര് ചെയ്തിട്ടുണ്ട്, 4 പേര് മറ്റേ ചെയ്തിട്ടുള്ളൂ ഇപ്പം എൻ്റെ മുമ്പിൽ. സോ അതിൽ നമുക്കൊരു അവസരം കിട്ടുക, അതിൽ ഫീൽഡിൽ അതും ഞാൻ ഇൻ്റർനാഷണൽ ഡെബ്യൂ ചെയ്ത ഗ്രൗണ്ടിൽ തന്നെ. എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലക്കി ഗ്രൗണ്ടാണ് അഹമ്മദാബാദിൽ. ഞാൻ T20 ചെയ്തത് അവിടെയാണ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ മാച്ച് തുടങ്ങുന്നത്. അപ്പം കഴിഞ്ഞ കൊല്ലം TV എംപയറായിട്ട് ചെയ്തിരുന്നതും അഹമ്മദാബാദിൽ തന്നെയായിരുന്നു. സോ ഇപ്പം ഫൈനലിൽ കിട്ടുന്ന അതും ഒരു 1,20,000 പേരുടെ മുമ്പിൽ നമുക്ക് ഇറങ്ങാൻ ഒരു ഭാഗ്യം കിട്ടുന്ന, നമുക്കത് റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ അമ്പയർ തമ്മിലുള്ള കോറിലേഷൻസ് എങ്ങനെയാണ്? നമ്മൾ ഈ സിഗ്നൽസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ചില സമയത്ത് ഒരു അമ്പയറിന് ചിലപ്പോൾ സൗണ്ട് കിട്ടും, ഈ എഡ്ജിൻ്റെ സൗണ്ട് ചില സമയത്ത്. അതാണ് നമ്മൾ ഈ പോയിന്റ് എന്നുള്ള ഒരു ഫീൽഡർ മാത്രമൊക്കെ അപ്പീൽ ചെയ്യും, ചിലപ്പോൾ കീപ്പർ അപ്പീൽ ചെയ്യില്ല, ബോളർ അപ്പീൽ, ചില കാറ്റ് വരുന്ന. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ണട ഇതുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കും. ബാറ്റാണെങ്കിൽ അയാൾ ഇങ്ങനെ ഒരു സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ശബ്ദം വന്ന് എന്തോ ആണെന്നുള്ള അറിയില്ല, ഇങ്ങനെ ഒന്ന് ചിലപ്പോഴേ കിട്ടും. ഈ 1,20,000 പേരുടെ ഇടയിൽ ഒന്നും കിട്ടൂല. പക്ഷേ ശബ്ദം ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്കത് കിട്ടും. ഇപ്പോൾ തൈപ്പാഡ് നമ്മൾ കാണുന്ന തൈപ്പാഡൊക്കെ ആണെങ്കിൽ നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ ചില സമയത്ത് കീപ്പർ എവിടെയും കൊണ്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ കൈ ഇങ്ങനെ വെച്ചങ്ങ് നിൽക്കും. അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൽ അത് എവിടെയും കൊണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ക്ലൂ ആണ്. ഇയാൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ആ സൈഡിൽ നിന്ന് ലെഗ് ബൈ ഒക്കെ പോകുന്ന സമയത്ത് നമ്മളത് പ്രാക്ടീസ്, ലെഗ് ബൈ പോകുന്ന സമയത്ത് ഇപ്പോൾ ക്യാച്ച് ഇവിടെ ഇങ്ങനെ കാണിച്ചു. ഇപ്പോൾ പല ബാറ്റ്സ്മാർ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ പയ്യെ അങ്ങോട്ട് പിടിക്കാൻ സമയം പിടിക്കുക. കീപ്പർ അതുവരെ ഉണ്ടല്ലോ. അപ്പോൾ ഇയാൾ ഉടനെ കാണിക്കും കാലിലാണെന്നുള്ളത് കാണിക്കും. അപ്പോഴാണ് നമുക്കൊരു മനസ്സമാനം ഇങ്ങനെ കാണിക്കും. ചിലപ്പം ഒന്നും കിട്ടൂല, അയാൾ അറിഞ്ഞുകൂടാ. ഞാൻ ചോദിക്കുന്നത് ഇപ്പം എഡ്ജ് എന്ന് ചോദിച്ചു, റൈറ്റ് ഹാൻഡ് ബാറ്റർ ലെഗ് അമ്പയർ അവിടെ ആയിരിക്കും. അപ്പോൾ അയാൾ വെറുതെ സൗണ്ട് ആണെങ്കിൽ സൗണ്ട് ഇങ്ങനെ മാത്രമേ, എന്തോ ഒരു സൗണ്ട് ഉണ്ടെന്ന് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. സൗണ്ട് ഉണ്ടെന്നേ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇപ്പുറത്തെ ബാറ്റാണോ പാഡാണോ എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ ചില സമയത്ത് അയാൾക്കൊന്നും അറിയാൻ പറ്റില്ല എന്താണെന്ന്, അയാൾ ഇങ്ങനെ കാണിക്കും. അല്ലല്ല, അയാൾ നമുക്കും അറിയില്ല, അയാൾക്കൊന്നും അറിയില്ല, അത്രയേ ഉള്ളൂ. മീൻസ് ഇതൊക്കെ നടക്കും നമ്മുടെ ടെക്നിക്ക്. അതേപോലെ 2 ബോൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ 2 ബോൾ ബാക്കിയുണ്ടെന്നുള്ളത് കാണിക്കും. ബൗൺസർ ആണെങ്കിൽ ബൗൺസർ ഉണ്ടെന്നുള്ളത് കാണിക്കും. ഇത് നമ്മൾ ഐ കോണ്ടാക്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ പാർട്ടിൽ ഇപ്പോൾ ഉള്ള ഇതിൽ നമ്മുടെ BCCIയിൽ ഒരുവിധമുള്ള അമ്പയേഴ്സ് എല്ലാവരും ശീലിച്ച് കഴിഞ്ഞു. ഒരു പുതിയ അമ്പയറായിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം പറയും. ഞാൻ ഇത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇതൊക്കെയാണ്. നിനക്കെന്തെങ്കിലും ഉണ്ടോ, നിനക്കെന്തെങ്കിലും പ്രത്യേകം പറയാനുണ്ടോ? ഇപ്പം നമ്മൾ ബൗൺസർ താഴെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അറിയാൻ പറ്റില്ല, അയാളാണ് പറയേണ്ടത്. അപ്പം എനിക്ക് ഇവിടെ നിന്ന് താഴെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കും, കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കും താഴെയാണെന്നുള്ളത്. അപ്പോൾ അയാൾ അവിടെ സൈഡിൽ നിന്ന് ചിലപ്പം ഫുൾ ലൈറ്റാണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഒന്നും കാണാൻ പറ്റില്ല. മുകളിൽ പോയോ താഴെ പോയോ ഒന്നും അറിയാൻ പറ്റില്ല. എനിക്ക് ഫ്രണ്ടിലായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കും, ചിലപ്പോൾ ഇങ്ങനെ 50-50 ആണെന്നുള്ളത്. അപ്പോൾ ബൗൺസർ അങ്ങ് കൊടുക്കും, വൈഡ് കൊടുക്കില്ല. ബൗൺസറെങ്കിലും കൊടുക്കാമല്ലോ, തലയുടെ മുകളിൽ പോയോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞൂടാ. പക്ഷേ ആവാണ്ടിരിക്കും. അപ്പോൾ ഒരു ബൗൺസർ അങ്ങ് കൊടുത്തിടും, വേണമെങ്കിൽ നിങ്ങൾ DRS എടുത്തോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ തമ്മിലുള്ള അത്രയും കോണ്ടാക്റ്റ് നമുക്ക് ഹെൽപ്പിന് ആകെപ്പാടില്ല. നമ്മൾ 2 പേരേ ഉള്ളൂ. ടീമിന് മറ്റവർക്ക് കുറച്ചും കൂടെ ആൾക്കാരുണ്ട്, അടുത്ത് ആൾക്കാരുണ്ടാവും, സില്ലി പോയിന്റ് ഉണ്ടാവും, ചിലപ്പോൾ കീപ്പർ അടുത്ത് നിൽക്കും. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാനോ DRS ഒക്കെ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ എടുക്കാൻ പറ്റും. നമുക്കതൊന്നും ഇല്ലല്ലോ. നമുക്ക് പറ്റുന്ന അത്രയും നമ്മൾ ഹെൽപ്പ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. സാറൊരു ഐഡലായിട്ട് കാണുന്ന ഒരു അമ്പയർ ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ പറഞ്ഞാൽ സൈമൺ ടോഫൽ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പയറാണ്. സൈമൺ ടോഫൽ അങ്ങനെ ഡിസിഷൻസ് തെറ്റിക്കാറില്ല എന്നുള്ളൊരു എപ്പോഴും ഒരു തോന്നലുണ്ട്. എന്നാൽ സ്റ്റീവ് ബക്നർ അതുപോലെ വെറുക്കാറുമുണ്ട്. സ്റ്റീവ് ബക്നർ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഡിസിഷൻസ് കാണുമ്പോൾ തലയെ കൈവയ്ക്കാറുണ്ട്. പക്ഷെ അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ ഒരു ഐഡലുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത അമ്പയർ ചോദിക്കുന്നില്ല. അല്ല, എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ഇപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ അമ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ അത് കേരളത്തിൽ നിന്നുള്ളൊരു അമ്പയർ ആണെന്നുണ്ടെങ്കിലും
ഞാൻ അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ പലപ്പോഴും നോട്ട് ഇപ്പോൾ പറഞ്ഞ ഫിറ്റ്നസ്സിൻ്റെ ഇപ്പം നിങ്ങളിപ്പം സൈമൺ ടോഫലിനെ കുറിച്ച് പറയുന്നുണ്ട്, കാണാനും ഹൈറ്റും ഒരു ലുക്ക് ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഒരു നോട്ടീസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഡേവിഡ് ഷെപ്പേർഡ് ആണെങ്കിലും വണ്ണുള്ള ഒരാളാണ്, പക്ഷെ അയാൾ സക്സസ്ഫുൾ ആണ്. ഇപ്പം മറൈ എറാസ്മസ് വണ്ണുള്ള ഒരാളാണ്, അയാൾ ഈക്വലി സക്സസ്ഫുൾ ആണ്. ഇപ്പം ഇംഗ്ലീഷ് മറ്റവരൊക്കെ ശരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര ഇംഗ്ലീഷും ഇതൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ അസദ് റാഫ് ആവട്ടെ അല്ലെങ്കിൽ അലിന്ദാർ ആവട്ടെ, അവർക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ കുമാർ ധർമ്മസേന, അവർക്ക് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ചിലപ്പോൾ വരില്ല. പക്ഷേ അവർക്ക് പിടിച്ച് നിൽക്കാൻ അവർക്ക് എന്താണ് അവർക്കുണ്ട്, ആ ഡിസിഷൻ മേക്കിങ്ങിൽ എന്തോന്നാണ്, അതിലവർക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് എന്നുള്ളതിൽ. സോ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, എന്താണ് നമുക്ക് കിട്ടാത്തൊരു സാധനം ഇവർ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളത് ചെയ്ത് വരും. ഇപ്പോഴും എനിക്ക് ഇവരായിട്ട് സംസാരിച്ച് അപ്പോൾ അവർ പലപ്പോഴും പറയും ഈ ചെയ്ത് വരുമ്പം ഇപ്പോൾ പല ഇതിലും ഇപ്പോൾ അടുത്തൊരു അമ്പയർമാർക്കാണ് ഇത് വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പോകാത്തത്. ഇപ്പോൾ ബോൾ കൊണ്ടിട്ട് എവിടെ പോകുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ബാറ്റ് എല്ലാം കൂടെ വരുന്ന സമയത്ത്, ഇപ്പോൾ LBWയുടെ അപ്പീൽ വരുന്ന സമയത്ത് ഇത് കഴിഞ്ഞ് ബോൾ പോകുന്ന ഡയറക്ഷൻസ് നമുക്ക് ക്ലൂ തരും. നമുക്കത് ചെയ്ത് കിട്ടും. ഇപ്പം ബോൾ തേർഡ് മാനിലോട്ടാണ് ബോൾ പോയിട്ടുണ്ടെങ്കിൽ പാഡിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ടാണ് തട്ടിയാലേ ബോൾ അങ്ങോട്ട് പോവുള്ളൂ. അപ്പം അയാൾ നിൽക്കുന്നത് ഇപ്പോൾ ഓസ്റ്റമ്പിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അയാളുടെ കാല് ഓസ്റ്റമ്പിലാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഔട്ട് സൈഡ് ഓസ്റ്റമ്പ് ആവാൻ ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ക്ലൂസ് നമ്മൾ കുറച്ച് ഈ വലിയ അമ്പയർമാർക്ക്, അതേപോലെ ഈ നീ റോളുടെ കുറച്ച് മുകളിലായിട്ടായിട്ട് അല്ലെങ്കിൽ പൊക്കമുള്ള ഒരു ബോൾ ഫ്രണ്ടിൽ നിന്ന് കുത്തിയിട്ടാണ് അത് ആ സ്ഥലത്തിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട് ഫുട്ട് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റമ്പിൻ്റെ മുകളിൽ പോകും. നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പം മിഡിൽ സ്റ്റമ്പ് തെറിക്കൂ എന്നുള്ളൊരു ഫീലിംഗ് ആണ് പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് ബാക്ക് ഫുട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും അത് പൊങ്ങിപ്പോകും, പക്ഷേ ബാക്ക് ഫുട്ട് ആകുമ്പോൾ ട്രാവലിംഗ് ടൈം കുറവാണ്, അത് സ്റ്റമ്പിൽ കൊള്ളാനുള്ള സാധ്യതയാണ്. അതേ സ്ഥലത്ത് തന്നെ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് ഷുവർ മുകളിൽ കൂടെ പോകും, പക്ഷെ അത് സ്റ്റമ്പിൽ കൊള്ളും. കാരണം അതിന് ഇനി ഹൈറ്റ് ഗെയിൻ ചെയ്യാനില്ല. സോ ഇങ്ങനത്തെ കുറേ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അത് കിട്ടും. നമ്മൾ ഇതൊക്കെ ഊഹിച്ചെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50% ബോൾ അവിടെ കൊണ്ട് പിന്നെ നമ്മൾ തകർന്ന്. അപ്പോൾ അത് കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ അമ്പയർ ഗോളെങ്കിലും കിട്ടും, അതും കിട്ടൂല. സോ അങ്ങനെ തെറ്റുപറ്റി അങ്ങനെ വിചാരിച്ച് പോകാനേ പറ്റുള്ളൂ. സോ ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ IPL 2026 ഒരു ടേക്ക് അവേ മൊമെന്റ്, അല്ലെങ്കിൽ ഞാൻ ഈ എടുത്ത ഡെസിഷൻ അടിപൊളിയാണെന്ന് സ്വയം തോന്നിയ ഒരു മൊമെന്റ് ഉണ്ട്? അല്ല, ഇതിൽ ഇപ്പോൾ പല സ്ഥലത്തിലും നമുക്ക് പല ടൈമിലും നമ്മളൊരു ഡിസിഷൻ കറക്റ്റാകും. ഏതൊരു ഡിസിഷൻ കറക്റ്റാകും. നമ്മളിപ്പോൾ LBW കൊടുക്കുകയാണെങ്കിൽ ഔട്ടോ നോട്ട് ഔട്ടോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗസ് വർക്ക് ഉണ്ട്. നമ്മളിങ്ങനെ പിച്ച് ചെയ്തു, ഇങ്ങനെ ഇത് കൊണ്ട് അത് മിസ് ചെയ്യും. നമ്മളങ്ങനെ വിചാരിച്ചു, അല്ലെങ്കിൽ വൈഡ് മോളിപ്പോയി, അങ്ങനെ ഒരു ഇതാണ് വരുന്നത്. സോ അത് വൈഡ് ജസ്റ്റ് മോളിൽ കൂടെ പോകുമ്പോൾ ഇതൊക്കെ ചെയ്ത് കാണുന്നത്, അല്ലെങ്കിൽ ഒരു നോ ബോൾ നമ്മൾ കൊടുത്തത് നമ്മൾ കാണുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിയുടെ ഇതുപോലെ ക്രീസിൽ നിന്ന് ഇനി എത്ര ദൂരമുണ്ട്, ബോൾ താഴോട്ടാണ് വരുന്നത്, അതൊക്കെ ബേസ് ചെയ്ത് ഇപ്പം നിൽക്കുന്ന അയാൾ ഹൈറ്റ് കുനിഞ്ഞിട്ടാണ് അടിക്കുന്നത്, കാല് ബെൻഡ് ചെയ്തിട്ടുള്ളതാണ്, അയാൾ നിൽക്കുന്നത് കാല് പൊന്തിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു സെക്കൻഡിൽ നമ്മൾ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ആവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹാപ്പിയാണ്. അതിൽ ഇന്ന ഡിസിഷനോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം വളരെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ പഞ്ചാബും ഗുജറാത്തുമായിട്ടുള്ള മാച്ചിൽ മറ്റേ കൊണോളി അപ്പോൾ അയാൾ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബോൾ അകത്തൂടെ ഞാൻ നോക്കുമ്പം ബാറ്റിൻ്റെ ഇതൊന്നുമില്ല, സൗണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ബോൾ പിടിക്കുന്നത് ഇങ്ങോട്ടാണ് പിടിക്കുന്നത്, എനിക്ക് സൗണ്ടൊന്നും കേട്ടൂടാ. അപ്പോൾ ഞാനിത് നോക്കി, ഗ്യാപ്പില്ല, ബാറ്റ് കഴിഞ്ഞിട്ട് ബോൾ ശകലം ഇങ്ങോട്ട് പോയി ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച്. എൻ്റെ ഇതിൽ ഞാൻ അത് ബേസ് ചെയ്തിട്ട് ഒറ്റ ശബ്ദം ഒന്നും കേട്ടിട്ടില്ല, അത് ബേസ് ചെയ്ത് ഞാൻ ഔട്ട് കൊടുത്തു. അയാൾ ഇമ്മീഡിയറ്റ് റിവ്യൂവും ചെയ്തു. എൻ്റെ ഈശ്വര, അതിന് അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ നമ്മൾ കണക്കൂട്ടൊക്കെ കൂട്ടിയതെല്ലാം വേസ്റ്റായി എന്നുള്ള. അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ എടുക്കൂലല്ലോ നമ്മുടെ ഇതിൽ, ബാറ്റ്സ്മാൻ റിവ്യൂ എടുത്ത് ഇതിപ്പം സ്വിങ് ആയതാണ്, നമുക്ക് ആ സ്വിങ് മിസ്സായിപ്പോയി. ഞാൻ വിചാരിച്ചത് എൻ്റെ കണ്ണിൽ നിന്ന് ബോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, കീപ്പർ ബട്ട്ലർ അങ്ങോട്ട് പിടിച്ചു, അയാൾ പൊക്കി എറിയുകയും ചെയ്തു. അപ്പം നമുക്ക് തെറ്റി എന്നുള്ള രീതിയിൽ തിരുത്താൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് അവിടെ എഡ്ജിൽ ഒരു സാധനം ചെറിയൊരു, നേരത്തെ പറഞ്ഞ പോലെ ഫൈനലിൽ അത് തെറ്റി, ഇതിൽ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ അതിലൊരു സന്തോഷം. നമ്മുടെ ബാറ്റ്സ്മാൻ എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ പലപ്പോഴും ബാറ്റ്സ്മാന് അറിയാൻ പറ്റുന്നില്ല.
ഇപ്പോൾ ഇതിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് വെച്ചാൽ ബാറ്റ്സ്മാന് 100% കൊണ്ടാ അറിയാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ബാറ്റ്സ്മാർക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല അത് കൊണ്ടിട്ടുണ്ടെന്നുള്ള. സോ അങ്ങനെ ഒരു ഡിസിഷൻ നമുക്ക് കിട്ടുമ്പോൾ ഭാഗ്യം തന്നെയാണ്. എന്നാൽ നമുക്ക് ഇത്രയും ഒരു പൊടി ഒരു സാധനം കണ്ണുകൊണ്ടൊന്നും പിടികൊന്നും കിട്ടത്തില്ല. ഒരു ഗസ് വർക്കിൽ അകത്ത് പോയി എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ ഔട്ട് കൊടുക്കുന്നത്. അത് കറക്റ്റ് ആയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഈ ജിടിയുടെ കാര്യം പറഞ്ഞോണ്ട് സായി സുദർശന്റെ ഹിറ്റ് വിക്കറ്റ് എങ്ങനെയാണ്? ഞാനൊരു മാച്ച് ചെയ്ത് പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല എൻ്റെ മോൻ്റെ ഒപ്പം കളിച്ച ഒരു പ്ലെയറാണ്. എന്നാൽ ലീഗിൽ ചെന്നൈയിലെ ലീഗിൽ അപ്പോൾ വളരെ ഇതിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മീം വന്നിരുന്നു. പറഞ്ഞാൽ ഒരു ഫൈനൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പിൽ ഒരു മീം അതിലിങ്ങനെ ബാറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ടേപ്പ് ഇട്ടിട്ട് സെല്ലോ ടേപ്പ് മറ്റേ ശുഭ്മൻ ഗിൽ അങ്ങനെ കിട്ടുന്ന ഒരു മീം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ അയച്ചു. പുള്ളിക്കാരൻ തന്നെ ചിരി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ RCBയും GT ആയിട്ടുള്ള ധരംശാലയിലുള്ള മാച്ചിലാണ് ആദ്യം ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞ 1000 മാച്ചിൽ ഒരു പ്രാവശ്യം ഇത്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഉണ്ട്, ആശിഷ് കപൂർ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇത് അടിച്ച് ബോളിങ് പോയില്ലേ, അത് കഴിഞ്ഞിട്ട് പയ്യെ ഇങ്ങനെ ചാടി പോയതല്ലേ, അപ്പോൾ അത് ഔട്ടാണോ എന്നുള്ള രീതിയിലേക്കാണ്. അപ്പം ബാറ്റ് തീർച്ചയായും റൂൾ അതാണ്. അപ്പം ഞാനും പറഞ്ഞ 1000 മാച്ചിൽ ഇത് സംഭവിച്ചാൽ ഈ ജന്മത്തിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല എന്നാണ് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാച്ച് ഞാൻ TV ഇടുമ്പോൾ സെയിം ഇതേ സാധനം തിരിച്ചും ചെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ഇത് ജീവിതത്തിൽ നടക്കൂല എന്നുള്ളത്. അടുത്ത മാച്ചിൽ തന്നെ ഞാനപ്പോൾ ഉടനെ ഈ മീം കാണുകയും ചെയ്തു. അപ്പോൾ ഫൈനലിൻ്റെ മുമ്പിൽ തന്നെ ഞാനൊന്ന് ചെയ്ത് ബാറ്റ് കയ്യിൽ പിടിച്ചു വെച്ചോ, ഇത് നല്ലൊരു ടെക്നിക്കാണ്. അതാണ് അടുത്ത മാച്ച് ഞാനല്ലേ ചെയ്യുന്നത്. വീണ്ടും ഒരു ഇത് സംഭവിക്കണം. നല്ലൊരു ചെറുക്കനാണ്. അത് നമ്മളിപ്പോൾ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ്റെ പറഞ്ഞതിൽ സായി സുദർശനും ഉണ്ട്. സായി സുദർശനും കഴിഞ്ഞ കൊല്ലം ഓറഞ്ച് ക്യാപ്പാണ്. ഇക്കൊല്ലം ഇത്ര റണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓറഞ്ച്. അതെ പറഞ്ഞാൽ ഇത്രയും ബാറ്റ്സ്മാരുടെ കോമ്പറ്റീഷനും ഇതിലുള്ള ഒരു പ്ലെയറാണ്. യങ്സ്റ്ററാണ്, 22 വയസ്സായിട്ടേ ഉള്ളൂ. കുറേ പ്ലെയേഴ്സ്. അതെ ശുഭ്മൻ ഗിൽ മാത്രമല്ല നമുക്കിത് കാണാൻ പോലും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റൂല ഇങ്ങനെ സംഭവിച്ചു. അതും സെക്കൻഡ് ടൈം ആയപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ് ഇപ്രാവശ്യം അണ്ണാന്നാണ് വിളിക്കുന്നത്. പറഞ്ഞാൽ അണ്ണാ ഇപ്രാവശ്യം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ബൗൺസ് ചെയ്തൊക്കെ പോയി, ഇപ്രാവശ്യം ആക്യുറസി കറക്റ്റ്. പുള്ളിക്കാരൻ വളരെ ഒരു ജോവിയിലാണ്. പറഞ്ഞാൽ ഈ ഒരു മോശം സമയത്തും ഈ വലിയ പ്ലെയേഴ്സിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ ചിരിച്ച് കളയാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്രാവശ്യത്തിൻ്റെ എൻ്റെ ആക്യുറസി മറ്റേത് പിച്ച് ചെയ്തൊക്കെയാണ് സ്റ്റമ്പിൽ കൊണ്ട്, ഇപ്രാവശ്യത്തിൻ്റെ ആക്യുറസി കറക്റ്റായിരുന്നു. എന്ന് പറഞ്ഞാൽ നേരെ തന്നെ സ്റ്റമ്പിൽ തന്നെ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ. എന്നാൽ ഒരു രസമുള്ളൊരു കാര്യമാണ്. മനസ്സിലായി നമുക്ക് ഇപ്പം സംസാരിച്ചിട്ട്. പക്ഷേ പുള്ളിക്കാരൻ അറിയാം പുള്ളിക്കാരൻ്റെ വിഷമം. പറഞ്ഞാൽ എത്ര 50 ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഔട്ടായത്. കാരണം നല്ലൊരു പാർട്ണർഷിപ്പിൽ കിടിലായിട്ട് അത് 2ഉം 4 പോയി. ഈ 2 ഹിറ്റ് വിക്കറ്റും പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 4 റൺസും പോയി, കവറിൽ 4 റണ്ണും പോയി. അതെ താങ്ക് യു സോ മച്ച് സാർ. കുറച്ചധികം സമയം ഞാൻ എടുത്തു, പക്ഷേ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നുണ്ട്. എന്തായാലും ഫ്യൂച്ചറിലേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.